സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹമൊന്നും അറിയിച്ചുകൊണ്ട് നമ്മുടെ തുടർമാനമായിട്ടുള്ള അന്ത്യകാല പ്രവചന വ്യാഖ്യാനങ്ങളുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക്സ് ആൻഡ് ടൈറ്റിൽ ഇസ്രയേൽ ഭാരമുള്ള കല്ല്. ഞാൻ ചെറിയ മാറ്റം വരുത്തി, ഹെവി റോക്ക് എന്നാക്കി, ഭാരമുള്ള പാറ എന്നാക്കി വെച്ചു. അതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മൾ ഇന്ന് കടന്നുപോകുന്നിരിക്കുന്ന സാഹചര്യങ്ങൾ അന്ത്യകാലം എന്ന ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. For the last 2,500 years, a nation has been eagerly crying for the appearance of one person, that is the promised Mashiach. 2500 വർഷമായി വാഗ്ദത്ത മശിഹ എന്നൊരാളിൻ്റെ വരവിന് വേണ്ടി ഇസ്രയേൽ ജനം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. Well, he came 2000 years ago, but they couldn't recognize him. 2000 വർഷം മുമ്പ് വന്നെങ്കിലും അവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. And for the last 2000 years, another people has also been praying. വേറൊരു ജനവും കഴിഞ്ഞ 2000 വർഷം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു, ഞങ്ങളുടെ കർത്താവ് വേഗം വരണേ എന്ന് പറഞ്ഞ ഈ രണ്ടുപേരും ദൈവത്തിൻ്റെ ജനമാണ്. ഇവർ രണ്ടുപേരും രണ്ട് ദൈവങ്ങൾക്ക് വേണ്ടിയോ രണ്ട് മശിഹായിക്ക് വേണ്ടിയോ അല്ലെ രണ്ട് പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയോ അല്ല കാത്തിരിക്കുന്നത്. They're waiting for one person, one Mashiach and one appearance. Though on the surface level there seems to be many anomalies and many differences. ഈ സർഫസ് ലെവൽ നമുക്ക് പല വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് കാണുമെങ്കിലും, now the question, when is God going to honor their prayer, or is God not going to honor their prayer at all? ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമോ അത് കേൾക്കാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്നാണ് ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നത്? ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുമ്പോൾ ദൈവം എന്നാണ് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാനിരിക്കുന്നത്? Well, that's what we are going to look at today. നമ്മുടെ ഇന്നത്തെ പ്രധാന പ്രതിപാദ്യ വിഷയം അതാണ്. So, നമ്മൾ വിശുദ്ധ വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ 2500 years ago, God gave a short list of prophecies or promises. ദൈവം ഒരു ചെറിയ കൂട്ടം വാഗ്ദത്തങ്ങൾ തന്നു, അല്ലെങ്കിൽ നമുക്കതിന് promises, വാഗ്ദത്തങ്ങൾ തന്നു. Or you could call it the prophecies, പ്രവചനം എന്ന് പറയാം. And how many? 3, only 3. And these 3 things are to happen just before the coming back of the Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിന് തൊട്ട് മുമ്പ് ഈ 3 കാര്യങ്ങൾ സംഭവിക്കണം. God orchestrated it 2500 years ago. ചിലത് 2550 വർഷം മുമ്പ് ദൈവം ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. And what's happening? 3 things. Now the question, are they happening now? And that too in front of our very eyes. നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? Well, if they are happening in front of our very eyes, then we have no reason but to believe that we are the generation who are going to witness the second coming or the coming back of the promised Mashiach. വാഗ്ദത്ത മശിഹായുടെ മടങ്ങി വരവിന് സാക്ഷികളാകാൻ പോകുന്ന ജനറേഷനാണ് നമ്മൾ, തലമുറയാണ് നമ്മൾ എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണിത്. Now, so what are these 3 promises?
And number two, where are they being written? ഈ മൂന്ന് അതിപ്രധാനമായ പ്രവചനങ്ങൾ ഏതൊക്കെയാണ്, എവിടെയാണ്, ആരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പ്രാരംഭമായി വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ താഴോട്ട് വായിച്ചു തുടങ്ങുകയാണ്. പ്രവാചകം: ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരൂശലേമിനെ കുറിച്ചുള്ള സകല ജാതികൾക്ക്, യെരൂശലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധനത്തിങ്കിൽ അത് യഹൂദയ്ക്കും വരും. So the first prophecy, I'm going to make Jerusalem a cup of confusion or a cup of madness to all the nations that are around it. യെരൂശലേമിന് ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും ഞാൻ ഇതിനെ ഒരു പരിഭ്രമപാത്രമാക്കും. I'm going to explain that in a few minutes. എന്താണ് പരിഭ്രമപാത്രം എന്ന വേർഡിന്റെ അർത്ഥം എന്നുള്ള ഞാൻ നമ്മുടെ in a few minutes ഞാൻ പറയാൻ പോവാണ്. Now the question, എപ്പോഴാണ് ഈ പരിഭ്രമപാത്രമാക്കുന്നത്? നോക്കിക്കോണേ. യെരൂശലേമിന്റെ നിരോധത്തിങ്കിൽ അത് യഹൂദയ്ക്ക് വരും. When there is siege against Jerusalem, that means when there is siege against Israel, that's going to happen to Judah. There is going to be a siege against Israel. Siege എന്നുള്ള വേർഡ് തന്നെ അവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് പതിയിരിപ്പ് എന്നാന്ന് തോന്നി. ഓക്കെ, യെസ്, നിരോധനം. യെരൂശലേമിന്റെ നിരോധനത്തിങ്കിൽ അത് യഹൂദയ്ക്ക് ഭവിക്കും. വാട്ട് ഈസ് മെൻ ബൈ ദ സീജ്? അവിടെ സീജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 സീജസ് ഉണ്ട്, 3 നിരോധനങ്ങളുണ്ട്. നമ്പർ 1 ഈസ് മിലിറ്ററിസ്റ്റിക് സീജ്, സൈനികമായ സീജിന്റെ നിരോധനം. രണ്ടാമത്തത് പൊളിറ്റിക്കൽ ഓർ ഡിപ്ലോമാറ്റിക് സീജ്. ആൻഡ് ദ തേർഡ് ഈസ് ഇന്റലക്ച്വൽ സീജ്. ഈ 3 സീജസിനെ നമ്മൾ ഇന്ന് കവർ ചെയ്തു. ചെറിയ വാക്കുകളേ ഉള്ളൂ. ദ വൺ ഈസ് മിലിറ്ററിസ്റ്റിക് സീജ്, സൈനികമായ നിരോധനം. 2 ഡിപ്ലോമാറ്റിക് ഓർ പൊളിറ്റിക്കൽ സീജ്. ആൻഡ് ദ തേർഡ് ഈസ് ഇന്റലക്ച്വൽ സീജ്. ഇനി അത് കഴിയുമ്പോൾ അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി വരും. അന്നാളിൽ, ഓൺ ദാറ്റ് ഡേ, ഏത് നാളിൽ? ഈ യെരൂശലേം ഒരു പരിഭ്രമപാത്രമായി മാറുന്ന അന്ന്, അത് കപ്പ് ഓഫ് കൺഫ്യൂഷൻ ആയി മാറുന്ന അന്ന്, what am I going to do? God says, I'm going to make this Jerusalem a heavy stone. I'm going to make it a heavy stone. ഞാനതിനെ ഭാരമുള്ള കല്ലാക്കി വെക്കും. Do you know what does it mean? അതിനർത്ഥം ഇങ്ങനെയാണ്. എക്സ്റ്റീരിയലി, ബാഹ്യമായി നോക്കുമ്പം ചെറിയ ഒരു കാല്, ദ ഹോൾ പ്ലാനറ്റ് എർത്തില് മനുഷ്യൻ താമസിക്കുന്ന മനുഷ്യവാസമായ സ്ഥലങ്ങളുടെ മുഴുവൻ നമ്മൾ കണക്കെടുത്താൽ ഇസ്രായേൽ എന്ന രാജ്യം താമസിക്കുന്നതിന് എത്രയും മണ്ണ് ഇപ്പോഴവർക്കുള്ളതെന്നറിയാമോ? 0.01% ഓഫ് ദി വേൾഡ്സ് ഇൻഹാബിറ്റഡ് ലാൻഡ്. ലോകം അധിവസിക്കാൻ ഉപയോഗിച്ചിരുന്ന ലാൻഡിന്റെ 0.01% ഉള്ളൂ ഇസ്രായേൽ ദേശം എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പോപ്പുലേഷൻ? 0.2% of the entire world's population. That is the Jewish community or these people of Israel. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ആകെ ജനസംഖ്യയുടെ 0.2% ഉള്ളൂ. ഇത് നോക്കുന്നുണ്ടേ ചുറ്റുപാടുള്ള ആളുകൾക്ക് ചിന്തയുണ്ട്, ഇതെത്ര ഉണ്ട്, ഇങ്ങോട്ട് വന്ന്
ഈ കല്ലിൻ്റെ ഇവിടുന്ന് എടുത്ത് അപ്പുറത്തെ കാണുന്ന കടലുണ്ട്, മെഡിറ്ററേനിയൻ കടലില്, അങ്ങോട്ട് എറിഞ്ഞേക്കുക. ഈസി പീസി. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ കല്ലെടുത്ത് കടലിലോട്ട് കളഞ്ഞേക്കുക. അതിനുവേണ്ടി ഇന്ന് ലോകം മുഴുവൻ ഒരു മുദ്രാവാക്യം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുദ്രാവാക്യത്തിൻ്റെ പേരാണ് ഫ്രം ദി റിവർ ടു ദ സീ. ഫ്രം ദി റിവർ ടു ദ സീ എന്ന് പറഞ്ഞാൽ കിഴക്ക് യൂഫ്രട്ടീസ് നദി മുതൽ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ വരെ വലിച്ചു വരെ എടുത്തോട്ടി കളയുക. അപ്പം ഈ മുദ്രാവാക്യം മുഴങ്ങുമ്പോൾ മനസ്സിലായോ? ഇച്ചിരിയുള്ള കല്ലല്ലയോ, എടുത്ത് നമുക്ക് കടലിലോ കളഞ്ഞേക്കാം. അപ്പം വലിയ പ്രതീക്ഷയുള്ള ആൾക്കാർ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇച്ചിരി ഒരു കല്ല് പോക്കാൻ എന്തോ വേണം? ഓരോരുത്തരും വന്ന് ഈ കല്ലിരുന്ന് പിടിക്കും. ഓരോരുത്തരും വന്ന് ഈ പിടിക്കുന്നവന്റെ നടുവെട്ടും. ഈ കല്ലെടുത്ത് കടലിൽ കളയാന്നുകൊണ്ട് ഏതവൻ വന്നാലും അവന്റെ നടുവൊടി. ഇതാണ് ഇതിൻ്റെ അർത്ഥം, മനസ്സിലാക്കിക്കോണം. ഇതിനെ ചുമക്കുന്നവനൊക്കെ കഠിനമായി മുറിവേക്കും എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റിക് വേൾഡ്, അത് തെറ്റാണല്ലോ. നമ്മുടെ ഇവാഞ്ചലിസ്റ്റിക് വേൾഡ് ഒരുപാട് നാളും ചിന്തിച്ചിരുന്നത് ഇസ്രയേലിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന രാജ്യങ്ങൾ, അതായത് അമേരിക്ക. ഇപ്പം അമേരിക്ക ഉള്ളവർ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക, ഇനി അവരുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് കഠിനമായി മുറിവേൽക്കുമെന്നായിരുന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ട്രാൻസ്ലേഷൻ. The right translation, whoever that comes to lift this nation from that landscape and throw it away into the Mediterranean Sea as a little piece of stone. ഒരു കൊച്ചു കല്ലല്ലയോ എന്ന് കണ്ട് ഇതിനെ അവിടുന്ന് പൊക്കിയെടുത്ത് മെഡിറ്ററേനിയൻ കടലിലോട്ട് എറിഞ്ഞു കളയാന്ന് കണ്ട് ഏതവനെങ്കിലും വന്ന് ഈ കല്ലെ കയറി പിടിച്ചാൽ പറ്റുന്ന കുഴപ്പമെന്നറിയാമോ? അമേരിക്ക ഇച്ചിരിയുള്ള കല്ലാന്ന് പിടിച്ച് അവന്റെ നടുവൊടിഞ്ഞ് അവൻ അവിടെ തളർന്നു വീഴുകയല്ലാതെ ഈ കല്ല് ഒരു ഇഞ്ച് അനക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല. അപ്പം ഞാനിപ്പം 2 പ്രോഫസീസ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഓൾറെഡി സ്റ്റാർട്ടഡ് ഫോർ ദ 70 years സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ പോയിന്റിലേക്ക് എത്തി. ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ പ്രോഫസി എന്ന് പറയുന്നത് യെരൂശലേം പരിഭ്രമപാത്രമാകും. രണ്ടാമത്തെ പ്രോഫസി, അതിനെ ചുമക്കുന്നവനൊക്കെ കഠിനമായി മുറിവേൽക്കും. ഇനി ബാക്കി ആ ചാപ്റ്റർ മുഴുവൻ അതിനെപ്പറ്റിയുള്ള വിശദീകരണമാണ്. അതിനെപ്പറ്റിയുള്ള വിശദീകരണം വന്നിട്ട് ഇനി നമുക്കതിൻ്റെ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. So I'm going to send a new spirit. That means a new anointing. That means a new outpouring of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഔട്ട്പൗറിങ് ഞാൻ അയക്കും. ആരുടെ മേൽ? യെരൂശലേമിന്റെ മേലും ദാവീദ് ഗൃഹത്തിന്റെ മേലും. എന്തുവാനോ ഇതിന്റെ പ്രത്യേകത? It's not that people will speak in tongues. അന്ന് ആരും അന്യഭാഷകൾ സംസാരിക്കുന്ന അഭിഷേകമല്ലത്. It is not that people will stand up and speak the gospel in a very powerful way. അത് ശക്തമായി സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള അഭിഷേകത്തിന്റെ ആത്മാവല്ല. പിന്നെ ആ ആത്മാവിന്റെ രോഗശാന്തിയുടെയും ഭൂതശാന്തിയുടെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെ ആത്മാവിനെയല്ല അന്ന് പകരുന്നത്. അന്ന് പകരുന്ന ആത്മാവിന്റെ പേര് ദ സ്പിരിറ്റ് ഓഫ് സപ്ലിക്കേഷൻ ആൻഡ് ഗ്രേസ്. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. So these are the 3 prophecies. Now there is a question, when are these things happening? When are these things happening? Well, the first 2 things already happened 70 years ago, just 70 years ago. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ 70 വർഷം മുമ്പ് സംഭവിക്കാൻ തുടങ്ങി. And it is coming to its pinnacle, its peak. അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ
to the very acme it is coming to, അതിൻ്റെ acme, highest point of perfection, അതിലേക്ക് അത് ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. Now, once it reached the acme, then the third prophecy is going to be fulfilled. 10ാം വാക്യത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച മൂന്നാമത്തെ prophecy fulfill ആകാൻ പോകും. Now that's what I'm bringing you to. I don't think I would be able to finish these topics today. നമുക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ഷോ ചെയ്യുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ 3 പോയിന്റ്സ് പറയാൻ ബാക്കിയുണ്ട്. അത് ഇതിൻ്റെ കൂടെ വരുന്നതായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകാതിരുന്നത്. A prophecy that when completed will unleash the most dramatic spiritual awakening in human history. ഈ 3 പ്രവചനങ്ങളും അതിൻ്റെ ഫുൾഫിൽമെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ ഡ്രമാറ്റിക്കായ ഈവൻസ് നമ്മൾ കാണാൻ പോവുക. You'll be shocked when you discover the 3 events that must happen first. ഈ 3 സംഭവങ്ങൾ ആദ്യം സംഭവിക്കണം. നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. The first event is already underway. ഞാൻ ആദ്യം പറഞ്ഞ യെരുശലേം പരിഭ്രമപാത്രമാകും എന്നുള്ള കാര്യം ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. The second is accelerating faster than most people realize. രണ്ടാമത്തേത് യെരുശലേം ഭാരമുള്ള കല്ലായി മാറും. എടുക്കാൻ വരുന്നതിൻ്റെയൊക്കെ നാടുപൊടി. അത് വളരെ വേഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And the third event, well, when it occurs, it will be impossible to overlook. മൂന്നാമത്തെ സംഭവം. ഈ ആദ്യത്തെ 2 സംഭവങ്ങളും പലരും അവിടെ കണ്ട് നമുക്ക് തന്നെ അവിടെ കണ്ടാണ്ട് യുദ്ധം പോകുന്നു, ബോംബ് വെച്ചെന്നു, പൊട്ടിയില്ലെന്ന് പറഞ്ഞു നമുക്കെന്താ? ആളുകൾക്ക് കണ്ണടച്ച് നമ്മളുമായിട്ട് ഞാനുമായി ബാധകമായ കാര്യമല്ല, എനിക്കിപ്പോൾ അറിയേണ്ട കാര്യമില്ല, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് എന്ന് പറഞ്ഞ് ലോകത്തിലൊരു വലിയ വിഭാഗം ആളുകൾക്ക് അത് കണ്ടില്ല എന്ന് നടിച്ച് തള്ളിക്കളയെങ്കിലും, പക്ഷേ മൂന്നാമത്തെ സംഭവം അത് സംഭവിക്കാൻ തുടങ്ങിയാൽ അത് അവഗണിക്കുവാൻ അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ മനുഷ്യനും കഴിയത്തില്ല. This is a story that will change everything you thought you knew about God's plan. ദൈവിക പദ്ധതികളെ പറ്റി നമുക്കറിയാമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങൾക്കും മാറ്റം വരാൻ പോകുന്ന സംഭവങ്ങളാണ് ഇത്. Look, there is something happening in the world right now that many people aren't able to understand. ഒരുപാട് ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. It's something so big, so impressive that when you see it clearly, it's going to leave you speechless. ഇനിയും സംഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് നമ്മളെയൊക്കെ സ്പീച്ച്ലെസ്, നിശബ്ദരാക്കാൻ പോകുന്നതാണ്. We are talking about a prophecy that was written 2500 years ago by a prophet named Zechariah. സഖറിയ എന്ന പ്രവാചകൻ 2500 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ഒരു പ്രവചനത്തെ പറ്റിയാണ് നമ്മളോട് പറയാൻ പോകുന്നത്. This man had such a clear vision of the future that it was as if we had been watching today's news. ഇനി നിങ്ങൾ സഖറിയ പ്രവാചകനെ പറ്റി ഞാൻ ഒരു ചെറിയ ആമുഖം പോലെ നിങ്ങളോട് പറയാം, എങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം കൂടുതലായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഈ വിഷൻസ് ആൻഡ് ഡ്രീംസ് എന്ന 2 രീതിയിൽ ദൈവം പ്രവാചകന്മാരോട് ഇടപെടാറുണ്ടായിരുന്നു, ഇപ്പോഴും ഇടപെടും. വിഷൻസ് ആൻഡ് ഡ്രീംസ് ഇത് തമ്മിലുള്ള വ്യത്യാസം അഥവാ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് പൊക്കോണം. അല്ല ചുമ്മാ വിഷൻ പറഞ്ഞത് ഡ്രീം പറഞ്ഞത് വിഷനും കയറി പറഞ്ഞു അറിയരുത് കേട്ടോ. നമ്മുടെ കേരളത്തിലൊരു യൂട്യൂബറുണ്ട്, ഭയങ്കര ജ്ഞാനിയാന്നാ പറയുന്നത്. ഒരു റിട്ടയർഡ്
യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് പുള്ളി. ഞാനൊരു ദർശനം പറയാമെന്ന് പറയുന്നത്. ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയുന്നില്ല ഈ ദർശനം എന്ന് പറയുന്നത്. നമ്മൾ വ്യത്യാസം ഞാൻ പറയാൻ പോണേ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളുടെ ബോധമില്ലാത്ത മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ സുബോധമില്ലാത്ത മനസ്സിൽ നമ്മൾക്ക് കാണുന്ന കാര്യങ്ങൾക്കാണ് ഡ്രീംസ് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് കോൾഡ് ഡ്രീംസ്. ഡ്രീംസിൽ നമുക്ക് ബോധമില്ല, നമ്മൾ കിടന്ന് ഉറങ്ങുക. കുറച്ച് കഴിയുമ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് സംഭവിക്കും. ഇരുന്ന് കൂർക്കം വലിക്കുന്നതൊക്കെ എല്ലാവരും എന്നെ അൺമ്യൂട്ട് ആയതുകൊണ്ട് ശബ്ദം എനിക്ക് കേൾക്കത്തില്ലെന്നേ ഉള്ളൂ. നടക്കും, അത് സംഭവിക്കും. അതാണ് ഡ്രീംസ്. വിഷൻസ് അങ്ങനല്ല. ഒരാൾ ഉണർന്നിരിക്കുക, നല്ല ബോധത്തിലിരിക്കും. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന സമയത്ത് കണ്ണിന് മുമ്പിൽ അവിടെ ഇല്ലാത്ത വേറൊരു കാര്യം ഇങ്ങനെ നടക്കുന്നു. ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് നേരെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ, സ്ക്രീനിലല്ല നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ സോഫായും ഞങ്ങളുടെ ടേബിളും പിന്നെ കുറച്ച് കസേരയും വേറൊരു സോഫയൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം എൻ്റെ കണ്ണിന് മുമ്പിൽ കൂടെ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നതിനാണ്. എൻ്റെ നല്ല ബോധത്തിലാണ്. കണ്ണടച്ചിരിക്കുക, അല്ല ഉണർന്നിരിക്കുകയാണ്, കണ്ണ് തുറന്നിരിക്കുമ്പം ഇവിടെ ഇല്ലാത്ത വേറൊരു കാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ കാണുന്നതിനാണ് എന്ന് പറയുന്നത് ദർശനം അല്ലെങ്കിൽ വിഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ സെക്കറിയ പ്രവാചകന്റെ മാത്രം പ്രത്യേകത, he was not a prophet of dreams but a prophet of visions. സെക്കറിയ പ്രവാചകൻ ദർശനങ്ങളുടെ പ്രവാചകനായിരുന്നു. എന്ന് പറയുമ്പോൾ താനിങ്ങനെ ഉണർന്നിരിക്കുക, കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ആ മുന്നേ കൂടെ കുറേ കാര്യങ്ങൾ നടന്നു പോകുന്നു. ലുക്ക് ഈസ് ഷോക്ക്ഡ്. എന്നാൽ ഇനി ഇത് കാണുന്നില്ലെന്നുണ്ട്. കണ്ട് പുള്ളി മടുത്ത് കേട്ടോ. കാര്യം ഒരു രാത്രി ദൈവം വിളിച്ച് 8 ദർശനങ്ങൾ കൊടുത്തു. അപ്പോഴത്തേക്ക് പുള്ളിയുടെ വശക്കേട് വന്നു. ഇനി കാണുന്നില്ലെന്ന് കണ്ട് കണ്ണും പൂട്ടി കിടന്ന് ഉറങ്ങുന്ന ദൈവം കുലുക്കി വിളിച്ച് ഉണരും. ആ പണി ഇങ്ങനെ നോക്കുന്നുണ്ട്, താണ്ടാ ഒരു സംഗതി മുന്നേ നടക്കുന്നു. ദാറ്റ് വാസ് സെക്കറിയ. അപ്പം ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് സെക്കറിയയോട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം തനിക്ക് കൊടുത്തതായ വിഷൻസ് ആണ്, ദർശനങ്ങളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സെക്കറിയ ഉണർന്നിരിക്കുകയാണ്, നല്ല ബോധമുണ്ട്, കണ്ണ് തുറന്നിരിക്കുകയാണ്. കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് തൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന കാര്യമാണ്. And that what he saw wasn't just an isolated event, but 3 specific signs that would lead to the most extraordinary moments in the history of Jewish people. യഹൂദ ജാതിയുടെ ചരിത്രത്തിലെ അതിപ്രധാനമായ 3 സംഭവങ്ങളിലേക്കാണ് തൻ്റെ ദർശനം പോകുന്നത്. The first sign we're already seeing, in fact, it's been developing more than 70 years. അതിനാദ്യം പറഞ്ഞ കാര്യം, യെരുശലേം പരിഭ്രമപാത്രമാകുന്നുള്ളത് കഴിഞ്ഞ 70 വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. But most people don't realize that they were witnessing the direct fulfillment of a biblical prophecy. പക്ഷെങ്കിൽ കണ്ണിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ കാണുമ്പോൾ ബിബ്ലിക്കൽ പ്രോഫസിയുടെ നേരിട്ടുള്ള നിവർത്തീകരണമാണ് തങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നു എന്ന കാര്യം ഒരുപാട് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഹാവിങ് ദി ആൻസർ ടു എ ജയന്റ് പസിൽ right in front of your eyes, but not being able to see it until someone points out the pieces. ഒരു വലിയ പസിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക, പക്ഷെ മനസ്സിലാകുന്നില്ല, ആരെങ്കിലും കാണിച്ചു തരുന്നവരെ. The second sign is the accelerating right now. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, യെരുശലേം ഭാരമുള്ള കല്ലാകുന്നുള്ളത്. Then the events we are seeing in the Middle East aren't random. ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചുമ്മാ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. They are not just political conflicts or territorial disputes. മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കാണുന്ന കാര്യങ്ങൾ ഒന്ന് വെറും പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് അല്ല, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് അല്ല.
മണ്ണിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. They are exact fulfillment of what Zechariah predicted would happen just before the most dramatic event in humans history, human being spiritual history. മനുഷ്യന്റെ സ്പിരിച്വൽ ഹിസ്റ്ററിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിന് തൊട്ട് മുമ്പ് സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനമായ സംഭവങ്ങളാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. The third sign. Well, when that occurs, everyone will know. മൂന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞ ഏതാണ്? ഇസ്രായേൽ ദാവീദ് ഗൃഹത്തിന്റെ മേലും യെരൂശലേം നിവാസികളുടെ മേലും യാചനയുടെയും കൃപയുടെയും ആത്മാവിനെ പകരുമെന്ന് പറയുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ, ആ മഴ പെയ്യാൻ തുടങ്ങിയാൽ, ലോകത്തിൽ ഒരു മനുഷ്യനും അത് കണ്ടില്ല എന്നടിക്കാൻ പറ്റത്തില്ല. There is no debate about it. There is no doubt about it. It will be so clear, so obvious, so supernatural that even the most skeptical will have to acknowledge. എന്തൊക്കെ കണ്ടാലും വിശ്വസിക്കത്തില്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും അത് വിശ്വസിക്കേണ്ടി വരും. സംതിങ് ഗ്രേറ്റർ ദാൻ ഹ്യൂമൻ പൊളിറ്റിക്സ് ഈസ് അറ്റ് പ്ലേ. കാരണം മനുഷ്യന്റെ രാഷ്ട്രീയം എത്ര കളിച്ചാലും അതിനപ്പുറമുള്ള കാര്യമാണത്. But here is what makes this prophecy even more incredible. ഈ prophecy ഏറ്റവും അവിശ്വസനീയം തോന്നാൻ കാര്യം, Zechariah didn't just predict that these events would happen. ഇതൊക്കെ സംഭവിക്കും എന്ന് ചുമ്മാ Zechariah predict ചെയ്യല്ല. He predicted exactly how they would happen. മറിച്ച് ഇവ എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് Zechariah പറയുന്നത്. ഇൻ വാട്ട് ഓർഡർ. അത് സംഭവിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്, ഒരു പ്രത്യേക രീതിയുണ്ട്. ആൻഡ് വാട്ട് ദ ഫൈനൽ റിസൾട്ട് വുഡ് ബി. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ആൻഡ് ദാറ്റ് ഫൈനൽ റിസൾട്ട് വിൽ ചേഞ്ച് നോട്ട് ഓൺലി ഇസ്രായേൽ ബട്ട് ദ എൻറ്റയർ വേൾഡ്. ഇസ്രായേലിനെ മാത്രമല്ല, ലോകത്തിന് മുഴുവൻ അത് മാറ്റം സംഭവിപ്പിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലക്ഷക്കണക്കിന് യഹൂദന്മാര്, ലോകം മുഴുവനുള്ളവര് ഒരേ സമയത്ത്, ഒറ്റ സമയത്ത് കഴിഞ്ഞ 2000 വർഷമായി അവർക്ക് മനസ്സിലാകാതിരുന്ന ഒരു കാര്യം ലോകത്തുള്ള മുഴുവൻ യഹൂദന്മാരും ഒറ്റ സമയത്ത് മനസ്സിലാക്കുന്നു. എന്താ ഒരു സമയത്ത് അവർ മനസ്സിലാക്കാൻ പോകുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ പിതാക്കന്മാർ ക്രൂശിച്ചു കളഞ്ഞ നസറേയനായ യേശു എന്ന മനുഷ്യൻ അവരുടെ വാഗ്ദത്ത മശിഹയാണ് എന്ന കാര്യം ലോകം മുഴുവൻ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ ഒരു നിമിഷം, വൺ മൊമെന്റിൽ മനസ്സിലാക്കുന്നു. അപ്പം അവിടെ വ്യക്തികളുടെ കൺവേർഷനെ പറ്റി അല്ല നമ്മൾ പറയുന്നത്. ഒരു ജനം മുഴുവനും തങ്ങളുടെ വാഗ്ദത്ത മശിഹയെ തിരിച്ചറിയുന്നു. അതിന് ഇമ്പാക്റ്റ് എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? അത് ലോകത്തിന് വരുത്താൻ പോകുന്ന മാറ്റം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എതിരായിട്ട് കഴിഞ്ഞ 2000 വർഷമായിട്ട് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, ഈ യേശു ക്രിസ്തു മശിഹയാണെന്ന് നിങ്ങൾ പറയുന്നു, താൻ യഹൂദനാണ് താനും. യഥാർത്ഥ മശിഹയെ കാത്തിരുന്ന ഇസ്രായേൽ ജനം കഴിഞ്ഞ 2000 വർഷമായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യമൊട്ട് അംഗീകരിക്കുന്നുമില്ല. നിങ്ങൾ പറയുന്നു യേശു ക്രിസ്തു യഹൂദന്റെ വാഗ്ദത്ത മശിഹയാണെന്ന്. യഹൂദൻ അംഗീകരിക്കുന്നില്ലല്ലോ. യഹൂദൻ അംഗീകരിക്കാത്തത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും യേശു ക്രിസ്തു യഹൂദന്റെ വാഗ്ദത്ത മശിഹയാണെന്ന്? അങ്ങനെ
ലോകം ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു വാസ്തവത്തിൽ തങ്ങളുടെ വാഗ്ദത്ത മെസ്സിഹയാണെന്ന് യഹൂദന്മാർ മുഴുവനായിട്ട് അംഗീകരിച്ചു കഴിയുമ്പോൾ എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇനി ജീസസ് ഹിംസെൽഫ് കണക്റ്റഡ് ഹിസ് റിട്ടേൺ വിത്ത് ഇസ്രയേൽസ് റെക്കഗ്നിഷൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ തൻ്റെ മടങ്ങിയ വരവ് യഹൂദൻ തന്നിലേക്ക് തിരിയുന്നതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, അങ്ങേ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മിക്കവാറും എല്ലാ ക്ലാസ്സുകളും പറഞ്ഞതാണ്. നമ്മുടെ വാഗ്ദത്ത നിവൃത്തീകരണം, അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളത് സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ്. സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയായ നമ്മുടെ വാഗ്ദത്ത നിവൃത്തീകരണം എന്നുള്ളത് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമായൊരു വാഗ്ദത്ത നിവൃത്തീകരണമില്ല. യഹൂദനോടുള്ള വാഗ്ദത്ത നിവൃത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമുക്കും വാഗ്ദത്ത നിവൃത്തീകരണം ഉള്ളത്. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ്, For I say unto you, you shall see me no more till you say, Blessed is he who comes in the name of the Lord. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങളെന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചത്? യഹൂദന്മാരെ. യഹൂദന്മാര് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ താനാണ് ദൈവത്തിൻ്റെ നാമത്തിൽ വന്ന മശിഹ, താൻ വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പറയുന്നത് വരെ എന്ത് സംഭവിക്കത്തില്ല? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അക്ഷരീയമായ മടങ്ങിയവർ സംഭവിക്കത്തില്ല. പ്രത്യക്ഷമായ ക്രൈസ്റ്റ് റിട്ടേൺ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഇസ്രയേൽസ് ആക്സെപ്റ്റൻസ് ഓഫ് ജീസസ് ആസ് മെഷിയാക്ക്. യേശു ക്രിസ്തു മശിഹയാണെന്ന് ഇസ്രയേൽ നേരിട്ട് അംഗീകരിക്കുന്നതുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ സ്പിരിച്വൽ ഇവന്റ് that will happen someday in future. എന്തെങ്കിലും ഒരിക്കൽ സംഭവിക്കും. നല്ല രസമായിരിക്കും. എന്നാലും നല്ല രസമായിരിക്കും. അങ്ങനല്ലത്. It's the key that opens the door to the king's return. രാജാതിരാജാവിൻ്റെ മടങ്ങി വരവ് എന്ന കാര്യം, ആ ഡോർ തുറക്കുന്ന കീയുടെ കാര്യമോ താക്കോലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. And here is what will shock you even more. The three signs that Zechariah described aren't vague or symbolic. ശ്രദ്ധിച്ചോണം, ഇവിടെ സക്കറിയ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ഒന്ന് അവ്യക്തമോ അല്ലെങ്കിൽ സിംബോളിക്കോ അല്ല. They are specific, measurable, verifiable. ഒന്ന് വ്യക്തമാണ്, രണ്ട് മെഷറബിൾ ആണ്, നമുക്ക് അളന്ന് തൂക്കി നോക്കാൻ കഴിയാവുന്നതാണ്, നമുക്കത് വെരിഫൈ ചെയ്ത് നോക്കാം, ഒന്ന് വകതിരിച്ച് നോക്കി കാണാം. And when you look at what's happening in the world today, especially in the Middle East, you will see that we are closer to these events than most people imagine. ചില ആളുകൾ ചോദിക്കും, ഇതൊക്കെ പറയുന്നൊരു ബാബു ഒത്തിരി കൊല്ലമായല്ലോ, ഒത്തിരി വർഷമായല്ലോ, എന്നാ സംഭവിക്കാൻ പോകുന്നത്? Well, my answer is, we are 2000 years closer to the happening of this event. Not that we are many thousand years away from the fulfillment of the promises. വാഗ്ദത്ത നിവൃത്തീകരണത്തിൽ നിന്ന് 1000 വർഷങ്ങൾ നമ്മൾ അകലെയല്ല. പിന്നെ വാഗ്ദത്ത നിവൃത്തീകരണത്തിനോട് 2000-ലധികം വർഷങ്ങൾ നമ്മൾ അടുത്തു കഴിഞ്ഞു. അപ്പം ഇസ്രയേല് എ കപ്പ് ഓഫ് ട്രെംബ്ലിംഗ്, ഒരു പരിഭ്രമപാത്രമായി തീരും. ആർക്ക്? ഫോർ ഓൾ സറൗണ്ടിങ് നേഷൻസ്, ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും. ഒന്നാമത്തെയാണ്. സെക്കൻഡ് സ്പീക്സ് ഓഫ് ജെറൂസലേം ബിക്കമിങ് എ ബർഡൻസം സ്റ്റോൺ, ഹെവി സ്റ്റോൺ. ചുമക്കുന്നവനെയൊക്കെ മുറിവേൽപ്പിക്കുന്ന, അതിനൊന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കുന്നതിനെയൊക്കെ നടുവൊടിക്കുന്ന ഒരു കല്ലായിട്ട് മാറും.
മൂന്ന്, സൂപ്പർ നാച്ചുറൽ ഔട്ട് പോറിംഗ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഹിയർ ഈസ് വാട്ട് ഈസ് ഇൻക്രെഡിബിൾ എന്നതറിയാമോ? For the first time since Israel became a nation in 1948, we are seeing exact geopolitical alignment that both Ezekiel and Zechariah prophesied. എസക്കിയേലും സക്രിയായും ഒരു ജിയോ പൊളിറ്റിക്കൽ അലൈൻമെന്റിനെ പറ്റി പറഞ്ഞിരുന്നു കേട്ടോണേ. ജിയോ പൊളിറ്റിക്കൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ചില രാജ്യങ്ങളുടെ ഒരു അലയൻസ് ഉണ്ടാവും. എന്ന് ഇസ്രയേൽ രാജ്യമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവർ രണ്ടുപേരും പ്രവചിക്കുമ്പോൾ, ഇവർ രണ്ടുമില്ല, സക്കറിയ പ്രവചിക്കുമ്പോൾ ഇസ്രയേൽ ഒരു രാജ്യമാണ്, യെഹെസ്കേൽ പ്രവചിക്കുമ്പോൾ ഇസ്രയേൽ രാജ്യമല്ല. പക്ഷെങ്കിൽ എൻ ടൈമിൽ ഇസ്രയേൽ ഒരു രാജ്യമായി കഴിയുമ്പോൾ ഇസ്രയേലിനെതിരായിട്ട് എന്ത് ജിയോ പൊളിറ്റിക്കൽ അലൈൻമെന്റാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നിവർ രണ്ടുപേരും പ്രവചനത്തിൽ എഴുതി വെച്ചു. എന്താ അവർ എഴുതി വെച്ചത്? ഈജിപ്റ്റ്, ഇറാൻ, ടർക്കി. ഈജിപ്റ്റ്, ഇറാൻ, ടർക്കി, ഈ മൂന്ന് രാജ്യങ്ങളുടെ ഒരു കൊയലീഷൻ, ഐക്യമുണ്ടാകും. എന്തിനു വേണ്ടി? ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി. ഇവരെന്നാ ഇത് എഴുതിയത്? യെഹെസ്കേൽ 2550 വർഷം മുമ്പും 2500 വർഷം മുമ്പ് സക്കരിയാവും. ഇന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? എക്സാക്ട്ലി. നമ്മൾ ഇവർ രണ്ടുപേരുടെ പ്രവചന പുസ്തകം എടുത്ത് ഇന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ പറ്റി 2500 വർഷം മുമ്പ് ഒരു പത്രത്തിൽ എഴുതിയായിട്ട് നമ്മൾ വായിക്കത്തുള്ളൂ. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ 2500 വർഷം മുമ്പ് ഒരു പത്രത്തിൽ എഴുതി നമ്മൾ വായിക്കത്തുള്ളൂ. So let's dive into the first prophetic sign that Zechariah saw 2500 years ago. ഒന്നാമത്തെ prophetic eventലേക്ക് വരാൻ പോവാം. Zechariah 12:1-2. We read something that will leave you stunned when you see how it being fulfilled exactly today. യെരുശലേം എങ്ങനെയാണ് പരിഭ്രമപാത്രമായി മാറിയത്? യെരുശലേം എങ്ങനെയാണ് പരിഭ്രമപാത്രമായി മാറി? Behold, I'll make Jerusalem a cup of drunkenness to all the surrounding peoples when they lay siege against Judah and Jerusalem. യഹൂദയ്ക്കും യെരുശലേമിനെതിരായി ചുറ്റുമുള്ള രാജ്യങ്ങൾ സീജ് കൊണ്ടുവരുമ്പോൾ, പതിയിരുന്ന് ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഞാൻ യെരുശലേമിനെ ഒരു പരിഭ്രമ പാത്രമാക്കി വെക്കും. Now, today, to fully understand this prophecy, you need to understand what a cup of trembling means in ancient Middle Eastern culture. Ancient Middle Eastern culture, ഈ പരിഭ്രമ പാത്രം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താ ഈ പരിഭ്രമ പാത്രം? When someone was forced to drink from a cup of trembling, ഒരു പരിഭ്രമ പാത്രത്തിൽ നിന്ന് ഒരുത്തനെ നിർബന്ധിച്ച് കുടിപ്പിച്ചാൽ, it meant they were being forced to consume something that would make them irrational, unstable, unable to think clearly. ഞാൻ ഈ പറഞ്ഞ 3 വാക്കുകൾ വേണം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഒന്ന് ഇറാഷണൽ, പിന്നെ ഈ റാഷണാലിറ്റി, ബോധമൊന്നും അവന് കാണത്തില്ല. അൺസ്റ്റേബിൾ, അവന് ഒരിടത്ത് ഉറയ്ക്കാൻ പറ്റത്തില്ല. അൺഎബിൾ ടു തിങ്ക് ക്ലിയർലി, വ്യക്തമായിട്ടൊരു കാര്യം ചിന്തിക്കാനും പറ്റത്തില്ല. ഈ കപ്പിനകത്തെടുത്ത് കുടിച്ചു പോയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതേ കയറി കൈവച്ച് പോയെങ്കിൽ എന്നാ, കുടിച്ചു പോയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതേ കയറി കൈവച്ച് പോയെങ്കിൽ ഒന്നാമത് അതോടെ അവൻ്റെ ബോധം പോകും. 2, ഇവൻ ഒരിടത്ത് ഉറയ്ക്കാൻ പറ്റത്തില്ല. 3, അവന് ചിന്താശേഷി നഷ്ടപ്പെടും. ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി സീ ടുഡേ. നമ്മൾ കൃത്യമായിട്ട് ഇന്ന് കാണുന്ന കാര്യം അതാണ്. ഇസ്രയേൽ ഈസ് സ്മോളർ ദാൻ ദി സ്റ്റേറ്റ് ഓഫ് ന്യൂജേഴ്സി. ന്യൂജേഴ്സി ഉള്ള അമേരിക്കയിലെ
അതിനെയൊക്കെ ചെറുത ഇസ്രായേൽ. ലോകത്തിൽ മനുഷ്യൻ താമസിക്കാൻ ഉപയോഗിക്കുന്ന ലാൻഡിൻ്റെ 0.1% ഉള്ളൂ. 0.2 ആണ് അവരുടെ പോപ്പുലേഷൻ. 0.2% ആ ലോക ജനസംഖ്യയുടെ. യെറ്റ് ഇറ്റ് ജനറേറ്റ്സ് മോർ ഇന്റർനാഷണൽ കോൺട്രവേഴ്സി than countries with the true human rights disasters. ശ്രദ്ധിച്ചോണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ദുരന്തങ്ങൾ, മനുഷ്യാവകാശ സംബന്ധമായ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ പറ്റി ആർക്കും ഒരു പരാതിയില്ല. പരാതി എല്ലാ ലോകത്തിൽ ആർക്കെതിരായിട്ടെന്നറിയാമോ? ഇസ്രായേലിനെതിരായിട്ടാണ്. വേണ്ട, നമ്മുടെ കേരളത്തിലെ LDF വിളിക്കുക ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന്. ഈ ബോധം എന്ന് പറയുന്നത് ഒരിച്ചിരിയെങ്കിലും, പണ്ട് ഞങ്ങളുടെ അവിടെ അപ്പൂപ്പന്മാർ ഈ മുറുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, കാര്യം ഞങ്ങളുടെ വീട്ടിലാരും മുറുക്കത്തില്ല. നമുക്ക് രസമായി മാടക്കടല ആൾക്കാർ മുറുക്കുന്നത്. ഒരു വെറ്റിലേക്ക് എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അതിന് ഞരമ്പൊക്കെ ഇങ്ങനത്തെ കളഞ്ഞിട്ട് ഈ ചുണ്ണാമ്പെടുത്ത് ഇങ്ങനെ തേക്കും. അങ്ങനെയൊക്കെ പറ്റിച്ച് വെക്കത്തേ ഉള്ളൂ. ഞാൻ പറയും, ഈ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുമ്പോഴെങ്കിലും വിവരം എവിടെങ്കിലും ഒന്ന് തോറ്റു തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഇസ്രായേലിനെ തെമ്മാടി രാജ്യം എന്ന് വിളിക്കാൻ പറ്റുമോ? മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ജനാധിപത്യ രാജ്യം, 100% ഡെമോക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരേ ഒരു രാജ്യം, തങ്ങൾ ആർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നു ആ രാജ്യത്തിൻ്റെ ജനതയെ മരുന്നും വെള്ളവും വെളിച്ചവും ഇഷ്ടംപോലെ ആഹാരവും കൊടുത്ത് തീറ്റി പുലർത്തുന്ന രാജ്യം. ഒരു പ്രദേശത്ത് ബോംബിടുന്നതിന് മുൻപ് എയർക്രാഫ്റ്റ് വഴിയും പാംഫ്ലെറ്റ് വഴിയും മുഴുവൻ അറിയിക്കും, ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇത്ര ദിവസം ഞങ്ങളിവിടെ ബോംബിടും, സാധാരണക്കാർ ഒഴിഞ്ഞു പോക്കണമെന്ന്. ലോക യുദ്ധ ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും രാജ്യം സാധാരണക്കാരന് 24 മണിക്കൂർ മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുക, എന്താ, നിങ്ങളിവിടുന്ന് മാറിപ്പോക്കൊണ്ട് ഇവിടെ ബോംബിടുമെന്ന്? ഇത്രയും നീതിയോടെയും ന്യായത്തോടെയും ഇത്രയും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. കഴിഞ്ഞ 70 വർഷമായി ഒരു യുദ്ധമാണ്. 70 വർഷമായി യുദ്ധമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യുദ്ധമല്ലാതെ ഒരു സാധനമില്ല. നോക്കിയേ, ഒരു 12 ദിവസം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ, പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കട ചിലപ്പോൾ വരാൻ അരി കാണത്തില്ലായിരിക്കും. നമുക്ക് അരി കാണത്തില്ലായിരിക്കും. അപ്പോഴത്തേക്കും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കണം, ടാക്സ് കൂട്ടണം, കടയിൽ സാധനങ്ങളുടെ വില കൂട്ടണം. ഗവൺമെൻറ് പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ 70 കൊല്ലമായിട്ട് നിരന്തരം യുദ്ധം ചെയ്തിട്ട് വേൾഡിലെ ഹയസ്റ്റ് ഇക്കോണമി ആയിട്ട് ഇവന്മാരിങ്ങനെ കയറി പോകുന്നത് ടാക്സ് കൂട്ടിയോ, ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വെട്ടിക്കുറച്ചോ, അല്ല സാധുക്കൾ കൊടുക്കാനുള്ള പെൻഷൻ കാര്യങ്ങൾ കുറച്ചോ, ഏതെങ്കിലും സർവീസ് കുറച്ചോ? അങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് നോക്കിയിട്ട് നാളെ കടയിൽ പൂട്ടി ഇറങ്ങി പോകാനുള്ള 2 കക്ഷികളിൽ വിളിച്ചു പറയുക, തെമ്മാടി രാജ്യം. ഇങ്ങനെ വിളിക്കുന്നതല്ല, പക്ഷെ ആദ്യം ഒരു വലിയ കണ്ണാടി എടുത്ത് മുന്നേ വെക്കണം. എന്നിട്ട് തങ്ങൾ ആരാണെന്ന് അങ്ങ് നോക്കണം. എന്നിട്ട് ഇസ്രായേലിനെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ചോണം. ഞാൻ എന്തോ പറഞ്ഞോണ്ടെന്നറിയാമോ? ഇതിനകത്ത് കയറി കൈവച്ചാൽ പറ്റുന്ന കുഴപ്പം, നിന്റെ വിവരം എന്നൊരു സാധനം ഇല്ലാതാവും. കാര്യം ഇത് കപ്പ് ഓഫ് ട്രംബിളിംഗ് ആണ്. Let me make you to the exact moment when this prophecy began to be fulfilled. പരിഭ്രമപാത്രമായി തീരും ഇത് എന്ന് പറഞ്ഞ എക്സാക്ട് മൊമെന്റ്, ആ പ്രവചനം എന്ന് തുടങ്ങി ഫുൾഫിൽ ചെയ്യാനെന്നുള്ള കറക്റ്റ് ഡേ ആൻഡ് ഡേറ്റ് ടൈം ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. താല്പര്യമുള്ളവർ എഴുതി കൊടുത്തു. എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുമല്ലോ. വീഡിയോ എല്ലാവർക്കും ഫ്രീ. ആ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. ക്രിസ്ത്യൻ സെല്ലിൽ വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഫ്രീ ആണ്, നോ പ്രോബ്ലം. 1948 മെയ് മാസം 14-ാം തീയതി 1948 മെയ് 14-ാം തീയതി ഡേവിഡ് ബെൻ ഗുരിയൻ എന്ന മനുഷ്യൻ, ഡേവിഡ് ബെൻ ഗുരിയൻ
ടെൽ അവീവിലെ ഒരു മ്യൂസിയത്തിൽ നിന്ന്, സ്റ്റാൻഡിങ് ഇൻ എ മ്യൂസിയം ഇൻ ടെൽ അവീവ്, 17 സെന്റൻസസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ പ്രൊനൗൺസ്ഡ് 17 സെന്റൻസസ്, വാചകങ്ങൾ ടു ദി എൻറ്റയർ വേൾഡ്. അതിൻ്റെ ഒരു ഭാഗം സ്റ്റാർട്ടിംഗ് സെന്റൻസ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വി ഹിയർ ബൈ ഡിക്ലെയർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ജൂവിഷ് സ്റ്റേറ്റ് ഇൻ അററ്റ്സ് ഇസ്രയേൽ. ഇസ്രയേൽ ദേശത്ത് ഒരു യഹൂദ രാജ്യം നിലവിൽ വന്നതായിട്ട് ഞങ്ങൾ ഇതോടുകൂടി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ടു ബി നോൺ ആസ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ. ഈ രാജ്യത്തിൻ്റെ പേര് ഇസ്രയേൽ രാജ്യം എന്നായിരിക്കും. ഒന്നാമത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞ. ഇനി 16 സെന്റൻസ് കൂടെ പറയുന്നുണ്ട്. ഈ സെന്റൻസ് പറഞ്ഞു തീർന്ന് 11 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഈ രാജ്യം നിലവിൽ വരികയാണ്. 11 മണിക്കൂർ കഴിഞ്ഞപ്പം 5 അറബ് നേഷൻസ്, ഈജിപ്റ്റ് സൗത്തിൽ നിന്ന്, സിറിയ വടക്ക് നിന്ന്, ജോർദാൻ കിഴക്ക് നിന്ന്, ലെബനോൻ നോർത്ത് വെസ്റ്റിൽ നിന്ന്, മനസ്സിലായോ? തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് നിന്ന് 5 മഹാന്മാര് രാജ്യം അങ്ങോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. 11 മണിക്കൂർ കഴിഞ്ഞപ്പം ഒത്തുചേർന്നു. അവരെ സഹായിക്കാൻ ഇറാഖ് അവരുടെ ട്രൂപ്പ് അയച്ചു. അറബ് നേഷൻസ് പറയാ, സത്യത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അറബ് നേഷൻസ് അറബ് ലീഗ് കൂടിയിട്ട് പറയാ, നമുക്ക് വന്ന് ഈ കല്ല് പൊക്കിയെടുത്ത് കൊണ്ടുപോയി മെഡിറ്ററേനിയൻ കടലിലിടാം. എന്തോ ഒരു സ്വപ്നം വന്ന് ആലോചിച്ച് നോക്കി. അറബ് ലീഗ് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഈ കല്ല് വന്ന് പൊക്കിയെടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടിടാം, മെഡിറ്ററേനിയൻ കടലിൽ കൊണ്ട് ഇടാമെന്ന് സ്വപ്നം. കടലാസ് നടക്കും, കടലാസിൽ നമുക്ക് എഴുതി വെക്കാത്ത പറ്റത്തുള്ളൂ. ദ നമ്പേഴ്സ് വെർ കംപ്ലീറ്റ്ലി അഗൻസ്റ്റ് ഇസ്രയേൽ. ഇത്രയും രാജ്യങ്ങൾ ഇസ്രയേലിനെതിരായിട്ട് വന്നാൽ അവരുടെ സംഖ്യ, സൈനിക സംഖ്യ എത്രയോ വലുതാണ് ഇസ്രയേലിനേക്കാൾ. ദ അറബ് ഹാഡ് മോർ സോൾജിയേഴ്സ്. അറബ് ലീഗ്സിന് അവർക്ക് കൂടുതൽ സോൾജിയേഴ്സ്, കൂടുതൽ പ്ലെയിൻ ഉണ്ട്, കൂടുതൽ ടാങ്ക് ഉണ്ട്, മോർ ഓഫ് എവ്രിതിങ്. It looked like it was going to be a massacre. അന്ന് വേൾഡ് മീഡിയ എന്താ പറയുന്നറിയാമോ? ഒരു സർവനാശം. ഇത്രയും പേര് കൂടി വന്ന ഇസ്രയേലിലുള്ള മുഴുവൻ പേരും തല്ലിക്കൊന്ന് കടലിലോട്ടങ്ങ് തള്ളാനേ ഉള്ളൂ. ബട്ട് സംതിങ് ഇംപോസിബിൾ ഹാപ്പൻഡ്. പക്ഷേ ഒരു അസാധ്യമായ കാര്യം സംഭവിച്ചു. നമ്മുടെ ഈ ചെറിയ കുഞ്ഞു രാജ്യമുണ്ടല്ലോ, അവര് ഈ പ്രശ്നത്തെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, ഇവന്മാരെ മുഴുവൻ തുരത്തി അവർ ജയിക്കുകയും ചെയ്തു. അതായിരുന്നു ആരംഭം. ഏതിൻ്റെ ആരംഭം? പരിഭ്രമപാത്രമാക്കി മാറ്റും എന്നുള്ളതിൻ്റെ ആരംഭം, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഇതിവർ സംഭവിച്ചെങ്കിൽ, ഈ സംഭവിക്കുന്നതിന് 2500 വർഷം മുമ്പ് ഒരാൾ ഈ കാര്യം ഇങ്ങനെ കാണുക. ആര് കാണുക? നമ്മുടെ സെക്കറിയ എന്ന പ്രവാചകൻ എഴുതി വെച്ചു. ചിലര് ഈ ഇസ്രയേലിനെയും ക്രിസ്ത്യാനിയും കുറ്റം പറയാനേ ബൈബിൾ വായിക്കത്തുള്ളൂ. മറിച്ച് അവനെതിരായിട്ട് നീ ചെന്നാൽ നിന്റെ കട പൂട്ടുമെന്നുള്ളതൂടെ അതിനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് വായിക്കത്തില്ല. മനസ്സിലായോ? അത് വായിക്കത്തില്ല. എടാ, വായിക്കുമ്പോൾ തീർത്തയോ വായിക്കണ്ടായോ? വായിക്കുമ്പോഴേ ഒരു സൈഡിൽ തീർത്ത് നിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കയറി നീ ചൊറിയാൻ ചെന്നാൽ നിനക്കെന്താ സംഭവിക്കാൻ പോകുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൂടെ ഒന്ന് വായിര്. Because Zechariah wasn't just one conflict. സെക്കറിയ കണ്ടത് ഒരു കോൺഫ്ലിക്റ്റ് മാത്രമല്ല. He saw a pattern that would repeat for decades. നീണ്ട പതിറ്റാണ്ടുകൾ ആവർത്തിക്കാൻ പോകുന്ന ഒരു യുദ്ധരീതിയാണ് സെക്കറിയ കണ്ടത്.
creating what the prophecy calls a cup of trembling. ഇതിനെയാണ് വേദപുസ്തക പ്രവചനം പരിഭ്രമപാത്രം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തീർന്നില്ല. 1967 1967 6 days വാർ നടക്കുക. അവിടെയാണ് ഇതിനേക്കാൾ വലിയ കോയലീഷൻ, വലിയൊരു രാഷ്ട്രീയ സഖ്യം 1967 വലിയ രാഷ്ട്രീയ സഖ്യശക്തികൾ ഇസ്രായേലിനെതിരായിട്ട് വരും. ആരൊക്കെയാണെന്നറിയാമോ? അന്നേരമുണ്ട് ഈജിപ്തും ഈ പറഞ്ഞ കക്ഷികളെല്ലാം. ഗമാൽ അബ്ദൽ നാസർ ഓഫ് ഈജിപ്റ്റ്, ഈജിപ്തിന്റെ അബ്ദുൽ നാസർ, അയാള് 1,00,000 പട്ടാളക്കാരെ, 1,00,000 എവിടെ? സീനായി പെനിൻസുലയിലേക്ക് അയക്കുക. സൈനായി പെനിൻസുല. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടി? ട്രാൻസ്ട്രേറ്റ് കടലെടുക്ക് അയാൾ അടച്ചു. അപ്പൊ ഇസ്രായേലിന് ഇനിയും റെഡ് സീയിലോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. സിറിയയോ, അവര് ഗോലാൻ ഹൈറ്റ്സിൽ വരെ വന്നിട്ട്, ഗോലാൻ ഹൈറ്റ്സ് ഇസ്രായേലിന്റെ സ്ഥലം, അവിടെ വന്നിട്ട് ബോംബിടാൻ തുടങ്ങി ഇങ്ങോട്ട് താഴ്ത്ത്. ഇത്രയും കണ്ടപ്പോൾ ലോകം പറഞ്ഞു, ഒലിച്ചുപോയി. നമ്മുടെ ഈ കുഞ്ഞൻ സംസ്ഥാനം ഉണ്ടല്ലോ, ഒലിച്ചുപോയി. പക്ഷെ സംഭവിച്ചതെന്നറിയാമോ? ഇൻസ്റ്റന്റ് 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ക്യാപ്ചർഡ് ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ, സൈനായി, ഗോലാൻ ഹൈറ്റ്സ്. 6 ദിവസം എടുത്തുള്ളൂ. എന്തിനു വേണ്ടി? ഇത്രയും പിടിക്കാൻ. ഇത്രയും നാൾ ഇവന്മാരുടെ കയ്യിൽ നിന്ന് യെരുശലേം നഗരം, വെസ്റ്റ് ബാങ്ക്, ഗാസ, സൈനായി, ഗോലാൻ ഹൈറ്റ്സ്, 5 പ്രദേശം ജുബിലി ലാൻഡ്സ്കേപ്പ് പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് എത്ര നേരം വന്നുള്ളൂ? 6 ദിവസം. ഇസ്രായേൽ യുദ്ധത്തെ സർവൈവ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതുവരെ ഇസ്രായേലിനുണ്ടായിരുന്ന ലാൻഡിന്റെ 3 ഇരട്ടി അങ്ങ് പിടിച്ചെടുത്തു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത ലാൻഡ് വിട്ടുകൊടുക്കാൻ പ്രമാണമില്ല. അറിയാം, ഒരുത്തന്റെ ഭൂമി നമ്മൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കിയാൽ അത് നമ്മുടെയാ. വിട്ടുകൊടുക്കാൻ പ്രമാണമില്ല, കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം 1973 പ്രസിദ്ധമായ യോം കിപ്പോർ വാർ നടക്കുമ്പം ഈജിപ്തും സിറിയയും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പുണ്യ ദിവസമായ അവർ മുഴുവനും കരഞ്ഞും അനുദപിച്ച് 1 വർഷത്തെ പാപം മുഴുവൻ കരഞ്ഞു തീർക്കുന്ന ദിവസം. 10 ദിവസം ഒരുപോലെ കരയണം, ഉപവാസം എടുത്ത് കരയണം. അതാണ് യോം കിപ്പോർ. യോം കിപ്പോർ നടക്കുന്ന സമയത്ത് ഈ ദുഷ്ടന്മാര് ആ സമയം നോക്കി വന്ന് ആക്രമിച്ചു. ഏതാണ്ട് ഇസ്രായേല് സർപ്രൈസ് അറ്റാക്കാണ്. ഒരു പ്രിപ്പറേഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് ആദ്യത്തെ മണിക്കൂറുകളിൽ ഇസ്രായേൽ കരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ടുവെന്ന് അറബ് ലീഗ്സ് അങ്ങ് പ്രഖ്യാപനം ഇറക്കി. ഇസ്രായേൽ തീർന്നെന്ന്. ഈജിപ്ഷ്യൻ ഫോഴ്സസ് സൂയസ് കനാൽ കടന്ന് ഇസ്രായേൽ കയറാറായി. സിറിയ ഗോലാൻ ഹൈറ്റ്സ് വഴി താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇസ്രായേൽ വാസ് ബീയിങ് ഹിറ്റ് ഫ്രം 2 fronts സിമിൾട്ടേനിയസ്ലി. വടക്കു നിന്നും തെക്ക് നിന്നും ഒരുപോലെ ആക്രമണം നേരിടും ഇസ്രായേല്. ബട്ട് വൺസ് അഗെയിൻ സംതിങ് എക്സ്ട്രോർഡിനറി ഹാപ്പൻഡ്. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് വിചാരിച്ചൊരു കാര്യം സംഭവിച്ചു. ഇസ്രായേൽ നോട്ട് ഓൺലി റിക്കവേർഡ് but attacked so effectively that they ended up 100 kilometers from Cairo and 40 kilometers from Damascus. ശ്രദ്ധിച്ചോണേ, ഇസ്രായേൽ തിരിച്ചടി അങ്ങോട്ട് തുടങ്ങിയപ്പം ഇവന്മാർ നോക്കിയപ്പം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് പിടിക്കാൻ 40 കിലോമീറ്ററേ ഉള്ളൂ. സൈന്യത്തെ 40 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ 1 മണിക്കൂർ വേണ്ടോ? വേണ്ട. 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ
ഡമാസ്കസ് പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സിറിയ തീർന്നു. കെയ്റോ ഉണ്ടല്ലോ ഇവരുടെ തലസ്ഥാനം, ആരുടെ? ഈജിപ്തിന്റെ. അതിനകത്ത് കയറാൻ 100 കിലോമീറ്ററേ ഉള്ളൂ. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അവന്റെ കട പൂട്ടി. ഇനിയാണ് ലെബനോൻ വാർ. ഇൻഫിഡാസ് എന്ന് പറയുന്നത്. ദ കോൺസ്റ്റന്റ് ടെററിസ്റ്റ് അറ്റാക്ക്, ദ മിസൈൽ ഫ്രം ഗാസ, ദ ന്യൂക്ലിയർ ത്രെറ്റ് ഫ്രം ഇറാൻ. അവിടെ ഇറാനിൽ നിന്നുള്ള ന്യൂക്ലിയർ ഭീഷണി, ഗാസയിൽ നിന്നുള്ള മിസൈൽ ഭീഷണി അടിക്കുക. And in each case, Israel not only survived but grew stronger. ഓരോ അടി വീഴുമ്പോഴും ഇസ്രായേലിന്റെ കരുത്ത് കൂടും. But here is what makes the prophecy, the cup of trembling, so remarkable. ഇനിയും ഈ കപ്പ് ഓഫ് ട്രെംബിളിംഗ്, പരിഭ്രമപാത്രമാകുമെന്ന് പറഞ്ഞ ആ പ്രോഫസി അതെങ്ങനെ ഫുൾഫിൽ ആയത്? അതൊരു മിലിറ്ററി വിക്ടറി മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെ ഇസ്രായേല് പരിഭ്രമപാത്രമായത്? ഒരു മിലിറ്ററി ഹിസ്റ്ററി മാത്രമല്ലത്, മിലിറ്ററി അച്ചീവ്മെന്റ് മാത്രമല്ലത്. നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ് ഇസ് സംതിങ് മോർ ദാൻ ദാറ്റ്. ഐ ഷുഡ് സേ സംതിങ് ഫാർ ഗ്രേറ്റർ ദാൻ ദാറ്റ്. പരിഭ്രമപാത്രം. It's about the irrational obsession that the world has developed with this small nation. ഒരു വലിയ പദ്ധതിയുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഈ കുഞ്ഞു രാജ്യത്തെ കൊല്ലാൻ വരും. കേട്ടോണേ, ഒരുപാട് പദ്ധതികളുമായിട്ട് ലോകത്തിലെ മഹാന്മാരായ രാജ്യങ്ങൾ ഈ കുഞ്ഞു രാജ്യത്തെ കൊല്ലാൻ വരും. പക്ഷെ സംഭവം എന്താണെന്നറിയാമോ? ഈ വരവെല്ലാം വന്ന് തിരിച്ചു പോകുമ്പോൾ ഇവർക്കെല്ലാം ഒരു ബോധമില്ല, പോകണമില്ല. ഇവരെല്ലാം ബോധം പോകും. എന്തോ ഈ ഒരു പിടി അവസാനമില്ല. യുണൈറ്റഡ് നേഷൻ ഒരു സംഭവമുണ്ട് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഇവരുടെ പരിപാടി എന്നറിയാമോ? എല്ലാ വർഷവും കൂടിയിട്ട് ഇസ്രയേലിനെ അപലപിക്കുക. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ സെപ്റ്റംബറിൽ UN അസംബ്ലി കൂടാൻ പോവാ, ജനറൽ അസംബ്ലി. ഈ സെപ്റ്റംബറിൽ എല്ലാ പ്രാവശ്യം UN അസംബ്ലി കൂടുമ്പം അവരുടെ അജണ്ടയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന സംഗതി എന്ന്. 7ാമത്തെ അജണ്ട എന്നറിയാമോ? ഇസ്രയേലിനെ അപലപിക്കുക. ഇസ്രയേലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കുക. ഇവരെത്ര കൊല്ലമായെന്നറിയാം പ്രമേയം പാസ്സാക്കാൻ തുടങ്ങിയിട്ട്? ഇവരിങ്ങനെ പ്രമേയം പാസ്സാക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്രോഗ്രാം നടത്തി ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനുള്ള ന്യൂക്ലിയർ പവർ അമാസ് ചെയ്ത് ഒരുമിച്ച് കൂട്ടി തങ്ങളുടെ കയ്യിൽ വച്ചിരിക്കുന്ന ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായ, ഒരു നിമിഷം കൊണ്ട് ലോകത്തെ കരിച്ചു കളയാൻ, അമേരിക്കയെ കരിച്ചു കളയാൻ തയ്യാറായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യമാണ് നോർത്ത് കൊറിയ. നിങ്ങൾക്കറിയാമോ? നോർത്ത് കൊറിയക്കെതിരായിട്ട് നമ്മുടെ UN ഒരു മിണ്ടാട്ടമില്ല, ഒരു പ്രശ്നവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ഇനിയും പച്ച മനുഷ്യന്റെ കൈയും കാലും വെട്ടിമാറ്റുന്ന, കഴുത്തും വെട്ടിമാറ്റുന്നതാണ് സൗദി അറേബ്യ. സൗദി അറേബ്യക്കെതിരായിട്ട് യാതൊരു പ്രോബ്ലമില്ല. യാതൊരു മനുഷ്യ ആവശ്യമില്ലാത്ത രാജ്യമാണ് വെനിസ്വേല. വെനിസ്വേലയ്ക്കെതിരായിട്ട് യാതൊരു പ്രോബ്ലം UN ഇല്ല. ഇനി ഇറാൻ, അവിടെ നടക്കുന്നതിന് പിന്നെ പറയണ്ട, ഒരു കുഴപ്പമില്ല കേട്ടോ. നോക്കിക്കേ, ഒരു അമേരിക്കയുടെ സംസ്ഥാനത്തേക്കാൾ ഇച്ചിരിയുമുള്ള, യാതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടത്താത്ത, 100% ജനാധിപത്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ കുഞ്ഞൻ രാജ്യത്തിനെതിരായിട്ട് എന്തിനാ UN ഇത്രയും പ്രമേയം പാസ്സാക്കുന്നത്? എന്താന്ന് പ്രമേയം പാസ്സാക്കുന്നത് അറിയാമോ? ഇസ്രയേൽ പരിഭ്രമപാത്രമാണ്. അതേ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോധം അങ്ങ് പോകും.
There is something you have to understand about what happened in 1948. 1948-ൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. It wasn't just a creation of another country. 1948-ൽ വേറൊരു രാജ്യം ഉണ്ടാകുകയല്ല, അത് മാത്രമല്ല, it was the resurrection of a nation that had been dead for 1900 years. 1900 വർഷങ്ങൾ ഭൂമിയിൽ നിലനിന്നിട്ടില്ലാത്ത, ഭൂമിയിൽ ഇല്ലായിരുന്ന, ലോകം മുഴുവൻ ചെതറിക്കിടന്ന ഒരു ജനം ഒരുമിച്ച് വന്ന് ഒരു രാജ്യം ഫോം ചെയ്യപ്പെടുക. ആലോചിച്ച് നോക്കിയേ. AD 70-ലാണ് റോമൻസ് ജെറുസലേം നശിപ്പിക്കുന്നത്. ലോകം മുഴുവൻ യഹൂദന്മാരെ അവർ ചിതറിച്ചു കളഞ്ഞു. 1900 വർഷം അവർ ലോകം മുഴുവൻ ചിതറിപ്പോയി. കേട്ടോ, 2 സഹസ്രാബ്ദങ്ങളാണ് അവരൊന്നുമില്ല ലോകത്ത് കിടന്നത്. യൂറോപ്പ് മുഴുവൻ അവർ പീഡിപ്പിക്കപ്പെട്ടു. സ്പെയിനിൽ നിന്ന് അവരെ ആട്ടി പുറത്താക്കി. റഷ്യയിൽ അവരെ കൊല്ലുന്നതിന് വേണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാക്കി. ഹോളോകോസ്റ്റിൽ അവരെ ഏതാണ്ട് കൊന്നുകളഞ്ഞു, ചുട്ടുകളഞ്ഞു. എന്നിട്ടും 1948-ൽ 1900 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞ രാജ്യം. റോമൻ സാമ്രാജ്യത്തിന്റെ പഴയ പ്രതാപത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലല്ലോ. മൈറ്റി റോമൻ എംപയർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അന്നേരമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു കുഞ്ഞൻ രാജ്യം, ലോകത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തിരിച്ചു വന്ന് പറയുമ്പം മറ്റുള്ളവരൊക്കെ അപ്രത്യക്ഷമായിട്ടും 2 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഇവരെന്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ട ശേഷം സംഭവം ഇത്രയേ ഉള്ളൂ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ അവർ തിരിച്ചു വരുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. തിരിച്ചു വരാതിരിക്കാൻ കഴിയത്തില്ല. എവിടെ പ്രവചിച്ചു? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പറയാ, For I will take you from among the nations. ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ എടുക്കും. Gather you out of countries. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ശേഖരിക്കും. And bring you into your own land. നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. Then I will sprinkle clean water on you, and you shall be clean. അന്ന് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിച്ച്, ഞാൻ പറഞ്ഞ 3-ാമത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ദാവീദ് ഗൃഹത്തിന്റെ മേലും യെരുശലേം നിവാസികളുടെ മേലും ഞാൻ എന്തോ പകരും? യാചനയുടെയും കൃപയുടെയും ആത്മാവിനെ പകരും, ശുദ്ധീകരിക്കും. അങ്ങനെ നിങ്ങൾ വീണ്ടും എടുക്കും. I will cleanse you from all your filthiness. നിങ്ങളുടെ സകല അശുദ്ധി ഞാൻ കഴുകിക്കളയും. യെശയ്യാ 66:8. യെശയ്യാ 66:8. Who has heard such a thing? ഇങ്ങനൊരു കാര്യം ലോകത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? Who has seen such a thing? കണ്ടിട്ടുണ്ടോ? Shall the earth be made to give birth in one day? ഒരു ദിവസം കൊണ്ട് ഒരു ജാതിയെ ഒന്നിച്ച് പ്രസവിക്കുവാൻ ഈ ഭൂമിക്ക് കഴിയുമോ? ഈ ഭൂമി ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യത്തിനെ പ്രസവിക്കുമോ? shall a nation be born at once? ഒരു ദിവസം കൊണ്ട് രാജ്യം പിറക്കുമോ? A nation being born in one day. ഒരു ദിവസം കൊണ്ട് രാജ്യം ഉണ്ടാകുന്നു. അതാണ് 1948 മെയ് മാസം 14-ാം തീയതി സംഭവിച്ചത്. അവിടെ ഞാൻ പറഞ്ഞത് 5 അറബ് നേഷൻസ് അന്ന് തന്നെ ഇവരെ കൊല്ലാൻ വന്നത് ഉണ്ടോ? അവർക്ക് ആരബ്സിന് ഒരുമിച്ച് ചേർത്തപ്പം they had a combined population of 40 million. ഓക്കെ, അന്നത്തെ ആരബ്സിന്റെ ജനസംഖ്യ ശക്തി എത്രയെന്നറിയാമോ?
40 ദശലക്ഷം. ഇസ്രയേലോ 6,50,000. 10 ലക്ഷം ഇല്ല, 6,50,000. അന്നേരമാണ് ഇവന്മാർ രണ്ട് വിളിച്ചു പറഞ്ഞത്, എന്തുവാ, ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് മൂത്രം ഒഴിച്ചാൽ നീ എല്ലാം കൂടെ അതിനകത്ത് മുങ്ങിപ്പോകാനേ ഉള്ളെന്ന്. അവന്മാർ മൂത്രം ഒഴിക്കാതെ കൊണ്ട് ഒത്തിരി കൊല്ലമായി കേട്ടോ. അവന്മാർ തന്നെ മുങ്ങല്ലാതെ അത് ഇങ്ങനെ വരെ എത്തിയില്ല. ഇനി ആരബ്സ് 40,000 സോൾജിയേഴ്സും അതിൽ കൂടുതൽ മിലീഷ്യ കൂലിപ്പട്ടാളക്കാരെ സംഘടിപ്പിച്ചു. ഇസ്രയേലിനോ ഏതാണ്ട് 30,000 ആളുകളാകെ. അത് അവർ വെടിക്കോപ്പും കുന്തമൊന്നുമില്ല, ഈ ഹോളോകോസ്റ്റിൽ നിന്ന് ഓടി വന്നവരാണ്. ആ യുദ്ധത്തില് 1948 യുദ്ധത്തില് ആരബ്സിനിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പോവാ. ബ്രിട്ടീഷുകാർ കൊടുത്ത ടാങ്കുണ്ട്, ബ്രിട്ടീഷുകാർ കൊടുത്ത പ്ലെയിനുണ്ട്, ബ്രിട്ടീഷുകാർ കൊടുത്ത ആർട്ടില്ലറി ഉണ്ട്, യുദ്ധോപകരണങ്ങളുണ്ട്. ശ്രദ്ധിക്കാമോ? വേൾഡിലെ ഏറ്റവും നല്ല ഫ്ലൈറ്റ്സും, അതായത് ടാങ്കുകളും വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും ബ്രിട്ടൻ ആർക്ക് കൊടുത്തു? ആരബ്സിന് കൊടുത്തു. ഇസ്രയേലിൽ എന്തോ ഉണ്ട്? ചെക്കോസ്ലോവേക്കിയ എന്ന് കൊണ്ടുവന്ന പിള്ളേരെ പറക്കാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ഫ്ലൈറ്റ്സ്. പിന്നെ ഈ ചട്ടവും പിന്നെന്താ പറയുക നമ്മള്, പിന്നെ തവിയും പലകയും ചിരട്ടയും പൂട്ടുപോലും ഇങ്ങനൊക്കെ പറയുന്ന കുറച്ച് ഗൃഹോപകരണങ്ങളുള്ള യുദ്ധത്തിന് പോകുന്നത്. മിലിറ്ററിലി സ്പീക്കിംഗ് ഇസ്രയേൽ അന്ന് ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടതാണ്. പക്ഷേ എന്തുവാ സംഭവിച്ചത്? UN പോലും പറഞ്ഞു ഇതാ തീരാൻ പോകുന്നത്, ഇസ്രയേൽ തീരാൻ പോകുന്ന പറഞ്ഞത്. പകരം they had captured Western Galilee, part of Jerusalem and Negev desert. Western Galilee, യെരുശലേം, നെഗേവ് മരുഭൂമി, ഇത്ര അവർ പിടിച്ചെടുത്തു. ഹൗ ഈസ് സംതിങ് ലൈക്ക് ദിസ് പോസിബിൾ? ഇതെങ്ങനെ സംഭവിച്ചത്? നിങ്ങളുടെ ടൈം പോയി, നിങ്ങളുടെ പേഷ്യൻസും പോയി, എനിക്കറിയാം. ഞാനങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നിർത്താം കേട്ടോ. എങ്ങനെ സംഭവിച്ചെന്നറിയാം? ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദാറ്റ്? People are just come out of Holocaust. ഇപ്പം ഹോളോകോസ്റ്റിന് വന്നവര് ഒത്തിരി പേര് അഭയാർത്ഥികളാണ്. കുറച്ചു പേർക്ക് ഹീബ്രു അറിയത്തില്ല. ഇവരെങ്ങനെ 5 പ്രൊഫഷണൽ ആർമികളെ തോൽപ്പിച്ചത്? എങ്ങനെ തോൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോണേ, പരിഭ്രമപാത്രം എന്നുള്ള വിഷയം ഞാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെ തോറ്റത്? അരബിനോട് ഒരു എടാ നിങ്ങളെങ്ങനെ തോറ്റെന്ന് പറ. ഇന്റർനാഷണൽ ഒബ്സർവേഴ്സ് ഉണ്ട് കേട്ടോ, അന്താരാഷ്ട്ര നിരീക്ഷകർ. നിങ്ങളെന്ന് പറഞ്ഞേ ഇവന്മാരെല്ലാം എങ്ങനെ തോറ്റത്? നിരീക്ഷകനും ഇനിയും ഇസ്രായേലിനോട് ചോദിക്കാം, നിങ്ങളെങ്ങനെ ജയിച്ചത്? ഞങ്ങൾക്കും അറിയത്തില്ല. പിന്നെ ആർക്കറിയാം? 2500 വർഷം മുമ്പ് സക്കരിയ പ്രവാചകൻ ഈ സംഭവം കണ്ടു. ഇസ്രയേൽ വുഡ് ബിക്കം എ കപ്പ് ഓഫ് ട്രെംബിളിംഗ്. കണ്ട് പ്രവാചകൻ എഴുതി വെച്ചു, ഇസ്രയേൽ പരിഭ്രമപാത്രമായി തീരും. That would make their enemies act irrationally. ഈ കപ്പ് ഇങ്ങോട്ട് കയറി വന്നാൽ അവന്റെ ബോധം ഇല്ലാതാകും. That would make their enemies behave irrationally. ഞാൻ ഈ ടോക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് രസകരമായ സബ്ജക്റ്റ് ഇതിൻ്റെ ബാക്കി ഇതുപോലെ തീർന്നേ ഒക്കത്തുള്ളൂ. അതിൻ്റെ ബാക്കി വരുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ 3 ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്.
കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ, കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയത്ത് തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ് ആൻഡ് ഗുഡ് മോർണിംഗ് Praise the സാർ. Lord. ഞാനിപ്പം ഡൽഹിയിലല്ല, നാട്ടിലാ. ആ അതെ, എങ്കിലും സാറിന്റെ ക്ലാസ് വിട്ടുകളയാൻ പാടില്ല. സാർ ഈ പഠിപ്പിക്കുന്ന ഈ യുദ്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്ന് സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് വളരെ ആകാംക്ഷയോടെ പേപ്പറിനകത്ത് ചാർട്ട് വരച്ചുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ വലിയ താല്പര്യത്തോടെ, വളരെ ആങ്ഷ്യസ് മൈൻഡോടുകൂടി ഞാനത് കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തിരുവചനത്തിലെ ഭാഗങ്ങളൊക്കെ സ്ഥിരതയോടും കൃത്യമായിട്ടും ആ യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ സാറ് പഠിപ്പിക്കുകയും അത് കേൾക്കാനും മനസ്സിലാക്കുവാനും ഇനിയും സ്ഥിരമായി ഉള്ളിൽ നിൽക്കണം. അത് പ്രായമായതുകൊണ്ട് ഇതൊക്കെ ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയൊരു പാടുണ്ട്. എങ്കിലും അത് ആവർത്തിച്ചത് മറ്റു ക്ലാസ്സുകളും ഉണ്ടല്ലോ, അതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. ഞാൻ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല, കാരണം ഇത് പഠിപ്പിക്കുന്ന ഭാഗങ്ങളെല്ലാം എൻ്റെ ഓർമ്മകളിൽ ഓടിയെത്തുകയും ഞാനതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. കാരണം തിരുവചനത്തെ ഞാൻ നേരത്തെ തന്നെ വളരെ ശ്രദ്ധിച്ചിരുന്നു. സംശയങ്ങളൊന്നും എനിക്കില്ല. ചോദ്യങ്ങൾ ചോദിക്കാനല്ല, ഈ പഠിപ്പിക്കാൻ ദൈവം സാറിനെ എനിക്ക് വേണ്ടിയും പലർക്ക് വേണ്ടിയും എങ്ങനെയോ നിയോഗിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷ വാർത്തയാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ സംസാരിക്കുന്ന എല്ലാവരോടും പറയാറുള്ളത്. ഞാൻ പലരോടും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഓക്കെ, ക്ലാസ്സുകൾ ഈ ചരിത്രമൊക്കെ അതേ നിലവാരത്തിൽ പറഞ്ഞു കേൾപ്പിക്കുന്നതിൽ ഇനി അത് ഓർമ്മയിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി. KT Joseph Pastor. Yeah. Please unmute KT Joseph Pastor. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. Praise the Lord. കേൾക്കാമല്ലോ ഇല്ലേ? പിന്നെ സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് കർത്താവിന്റെ മടങ്ങി വരവ്. അപ്പൊ ഇത് നമുക്ക് സ്പീഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? അതായത് ഇത് വേഗത്തിൽ നടക്കുന്നതിന് വേണ്ടി ദൈവസഭ എന്തെങ്കിലും ചെയ്യണമെന്ന് വചനം നമ്മളോട് വല്ലതും പറയുന്നുണ്ടോ? 2 കാര്യം 3 കാര്യം ദൈവസഭ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, നല്ല ചോദ്യമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കാര്യം, കർത്താവെ അവിടുന്ന് വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുവിശേഷ വേല സ്പീഡപ്പ് ചെയ്യണം. കാരണം ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്നെങ്കിലേ ഇസ്രായേലിന്റെ കാഠിന്യം മാറത്തുള്ളൂ. അതുവരെ ഇസ്രായേലിന്റെ അംശമായ കാഠിന്യം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സുവിശേഷ വേല എന്നുള്ള പ്രക്രിയ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, പ്രേ ഫോർ ദി പീസ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. വെൽക്കം. നമ്മുടെ പോൾ ജോൺ പാസ്റ്റർ ഇതൊരു അൺമ്യൂട്ട് ചെയ്തല്ലോ. പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ ജോൺ പോൾ. Sumit, please unmute Pastor John Paul. Pastor John Paul, please unmute yourself. Praise the Lord. Praise the Lord. Sotram. സാറ് 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് സ്പിരിച്വലിനെ കുറിച്ചാണ് കൂടുതൽ മൂവ്മെന്റ് ആയിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ അതായത് യാക്കോബ് ഗ്രഹം. അങ്ങോട്ട് വന്നില്ലേ? അങ്ങോട്ട് വന്നേയില്ല ഇതുവരെ. ശരി. അപ്പോ നമ്മൾ ഒന്നാമത്തെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോ നിൽക്കുന്നേ ഉള്ളൂ നമ്മൾ ഇതുവരെ. എന്റെ ചോദ്യം, ഈ മൂവ്മെന്റ് എന്ന് പറയുന്ന സ്പിരിച്വൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവരുടെ അതായത് ഇസ്രായേലിനെ ബേസ്, ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചോദിക്കുന്നത്. ഇവരുടെ മാനസാന്തരത്തിനുള്ള സ്പിരിച്വൽ മൂവ്മെന്റ് ആണോ, അതായത് യേശുവിലുള്ള വിശ്വാസം, അതല്ലയോ ഇവര് ന്യായപ്രമാണത്തിലുള്ള അവരുടെ ട്രഡീഷണൽ മൂവ്മെന്റ് ആണോ? അല്ല, യേശുവിലേക്ക് മാനസാന്തരപ്പെട്ട് തിരികെയാണ്. ഓക്കെ, താങ്ക് യു.
ഇനി നമുക്ക് ആരും ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ. KT Matthew have a question. Oh yes, sorry. Sumit, please unmute Pastor KT Matthew. Pastor Kekao, പിന്നെ Pastor, how do you explain the intense animosity against Israel in European countries like Great Britain, France, and even in the universities in the United States? Such animosity is happening. Is it part of the fulfillment of the biblical prophecy? It has not happened before. All the European nations and America were strongly backing Israel. ഇപ്പോൾ അതിൽ വലിയൊരു മാറ്റം കാണുന്നു. അത് എന്താണ് സംഭവിക്കാൻ കാരണം? അതും വചന നിവൃത്തീകരണമാണോ? അതെ, നമ്മുടെ ഈ ക്ലാസ്സിൽ, നമ്മുടെ ഇന്നെടുത്ത ക്ലാസ് ഉണ്ടല്ലോ, ഈ ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ വെച്ചിരുന്ന ടോപ്പിക്സ് ആണ് ഇന്ന് ക്ലാസ് എടുക്കാൻ. പക്ഷെ എനിക്കൊരു സ്കൈ സ്പീഡിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. സ്കൈ സ്പീഡിൽ പോയാൽ എല്ലാവരും ഒരുപോലെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. എല്ലാവരും ഇപ്പൊ തന്നെ നമ്മുടെ തമ്പാൻ പാസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, അദ്ദേഹത്തിന് പഠിക്കുന്ന മുഴുവൻ മെമ്പറിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. കാര്യം ഏതാണ്ട് ഒരു ഏജ് ഒക്കെ ആയവരല്ലേ നമ്മുടെ സ്റ്റുഡൻസ് കൂടുതൽ, സ്റ്റുഡൻസ് അല്ല പാർട്ടിസിപ്പൻസ്. അപ്പൊ ഞാൻ ഈ സ്കൈ സ്പീഡ് കയറി പോയി കഴിഞ്ഞാല് പറയാനൊക്കത്തില്ല. പക്ഷെ പാസ്റ്റർ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇത് ഇന്ന് എടുക്കുന്നതിന് വേണ്ടി ഞാൻ PPT തയ്യാറാക്കി വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഈ ക്ലാസ് തുടരാൻ കഴിയുകയാണെങ്കിൽ ആ പാസ്റ്റർ ചോദിച്ച വളരെ റിലവന്റ് ആയ മോസ്റ്റ് റിലവന്റ് ആയ ക്വസ്റ്റ്യൻ നമ്മളെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ബൈ. പാസ്റ്ററെ, ഞാൻ ഈ KT മാത്യു പാസ്റ്റർ ചോദിച്ചതിനോടുള്ള ബന്ധത്തില് ഒരു ക്വസ്റ്റ്യൻ പാസ്റ്ററുടെ ഒന്ന് ചോദിക്കുക. അതിൻ്റെ പാസ്റ്ററുടെ ഒരു സ്പിരിച്വൽ ഒരു ആൻസർ കേട്ടാൽ കൊള്ളാം. ഒന്ന്, ഇപ്പോഴേ ഈ അമേരിക്ക മുതലായ രാജ്യങ്ങൾ എതിരാകുന്നതിൻ്റെ ഒരു കാരണം ഈ മീഡിയയിൽ കൂടെ കാണുന്ന പിക്ചറുകൾ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കൊച്ചു പിള്ളേർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നത് കാണുമ്പം, ഇവിടെ ഇപ്പം ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള മക്കളും അവർക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണല്ലോ. അപ്പം അവരുടെ ചേതോവികാരത്തെ ഹേർട്ട് ചെയ്യുന്ന ഒരു 2 വയസ്സുള്ള കൊച്ച് അല്ലെങ്കിൽ 3 വയസ്സുള്ള കൊച്ച് ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാതെ പാത്രം പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മറ്റു മനുഷ്യരുടെ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസുകൾ, അവർ മോർ ജനറസ് പീപ്പിളാണല്ലോ. അപ്പം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഫീലിംഗ് കാരണമായിരിക്കണം ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ എതിരാകുന്നത്. ഇപ്പം ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചു ഈ യുദ്ധം ഇതിനകം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുമെന്ന്. കാനഡ പ്രഖ്യാപിച്ചു. അപ്പം ഓരോ രാജ്യങ്ങളും, ഫ്രാൻസ് ആദ്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇവരെല്ലാം പറയുന്നതിൻ്റെ കാരണം അവരുടെ ഈ പിക്ചറുകൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുമ്പോഴും നമുക്കും ആ ഫീലിംഗ് ഇല്ലേ. അപ്പം എങ്ങനെ പാസ്റ്റർ, ഹൗ ക്യാൻ വി ബിബ്ലിക്കൽ പ്രൊഫസിയോടുള്ള ബന്ധത്തിൽ തന്നെ ഈ മാനുഷിക അവർ കടന്നു പോകുന്ന ആ പ്രയാസങ്ങളും കൂടെ എങ്ങനെ, ഹൗ ക്യാൻ വി റെക്കൺസൈൽ വിത്ത് ഓൾ ദീസ് തിങ്സ്? ഓക്കെ, അതിനകത്ത് എനിക്ക് 2-3 ആൻസേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സംഭവമുണ്ട്, പാസ്റ്റർ എന്നോട് പറഞ്ഞ സംഭവം UN അസംബ്ലിയിൽ കഴിഞ്ഞ പ്രാവശ്യം UN കൂടിയപ്പോൾ, ജസ്റ്റ് ലാസ്റ്റ് ടൈം UN കൂടിയപ്പോൾ ഒരു ഇസ്രയേലി സോളിസിറ്റർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് UN അസംബ്ലി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പറഞ്ഞു, ഇതിൽ ഒരെണ്ണമെങ്കിലും സത്യം എനിക്ക് തെളിയിക്കാമെന്ന് ചോദിച്ചു. ഈ കൊച്ചുകൊണ്ടുകൊണ്ട് നിർത്തിയിരിക്കുന്നത് മുഴുവനും ഈ സിനിമ, നമ്മൾ ഇതിനേക്കാൾ മോശമായ രംഗങ്ങൾ കാണും. ഫിലിം വേൾഡില്ല, അഭിനയിക്കില്ലേ അത്. ഇത് മുഴുവൻ അഭിനയിപ്പിച്ച് എടുത്ത ഫോട്ടോ അല്ലാതെ, ഫോട്ടോ ഷൂട്ട്സ് അല്ലാതെ, ഇതിൽ ഒരെണ്ണമെങ്കിലും 1 ഇൻസിഡന്റ് സത്യമെന്ന് തെളിയിക്കാമോ വെല്ലുവിളിച്ചു. ഇസ്രായേൽ ഇന്ന് വെല്ലുവിളിക്കുക. ഒരൊറ്റ മനുഷ്യാവകാശ ലംഘനം, ഒരു കുഞ്ഞിനെ ഇസ്രായേലോട് പട്ടിണി കിടുന്നതായിട്ട്. കാരണം ഒന്ന് കേട്ടോണം, നാച്ചുറൽ ഫാമിൻ, UN കണക്കനുസരിച്ച് ഒരു ദേശത്ത് ഫാമിൻ ഉണ്ടാകണമെങ്കിൽ
ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. അതിൽ ഒരെണ്ണം പോലും ഗാസയിൽ ക്ഷാമം ഉള്ളതായിട്ട് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ പോലും നിലവിലില്ല. 2, ഈ പട്ടിണി മരണം. ഒരു കുഞ്ഞെങ്കിലും ഗാസയിൽ പട്ടിണി കിടന്ന് മരിച്ചായിട്ട് ഒരു എവിഡൻസ് ഇസ്രായേൽ ചലഞ്ച് ചെയ്യുക. 3, അവിടെ ഫുഡ് എത്തിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ? ഇനിയും ഓരോ ദിവസവും എത്ര ടൺ ഫുഡ് വേണം, അതിൻ്റെ എത്ര ഇരട്ടി ഫുഡ് അവിടെ എത്തുന്നു. ലോകത്തിൽ വേറെ ആർക്കും കഴിക്കുന്നതിനേക്കാൾ കിട്ടുന്നതിനേക്കാൾ ഫുഡ് ഗാസയിൽ ഓരോ മനുഷ്യനും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായ കണക്ക് ഇസ്രായേൽ നേരത്തെ അങ്ങോട്ട് വെച്ചു. ഒരുത്തിന് ഒരക്ഷരം മിണ്ടാനില്ല. മീഡിയയിൽ നമ്മൾ കാണുന്നത് മുഴുവനും ഫാബ്രിക്കേറ്റഡ് ആണ്. ഈ കാണുന്നു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ ഇവർ പറയണം, തെളിയിക്കണം. ബന്ധപ്പെട്ട അസംബ്ലിയിൽ ഇസ്രായേലിൻ്റെ സോളിസിറ്റർ എഴുന്നേറ്റ് ചോദിക്കുക, നിങ്ങൾ ഈ പരസ്യത്തിൽ കാണിച്ച് ഒരെണ്ണം ശരിയും തെളിയിക്കുക. അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എവിഡൻസാണ്. ഈ ഫാമിനുണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു സമിതിയുണ്ട്, യുഎൻ്റെ ഒരു ദേശത്തെ ഫാമിനുണ്ടോ എന്ന്. ആ സമിതി ഫാമിനുണ്ടെന്ന് തീരുമാനിക്കേണ്ട ക്രൈറ്റീരിയ ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ക്ഷാമം ഉണ്ടാകാൻ പോവുക. തെളിയിക്കുക. പട്ടിണി മരണം, ഒരു പട്ടിണി മരണം തെളിയിക്കുക. ഒരെണ്ണം തെളിയിക്കുക. ഇനിയും സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, അവിടെ സ്കേഴ്സിറ്റി ഓഫ് ഫുഡാണോ എക്സസ് ഓഫ് ഫുഡാണോ? ഭക്ഷ്യക്ഷാമമാണോ ഭക്ഷണത്തിൻ്റെ അതിപ്രസരമാണോ? ആൻസർ പറ. അപ്പം നമ്മൾ കാണുന്ന മുഴുവൻ വഞ്ചന. എന്തുകൊണ്ട്? സാത്താൻ പോഷ്ക്ക് പറയുന്നതിന് അതിൻ്റെ അപ്പനുമാണ്, അല്ലേ? ഡെവിൾ ഈസ് ദ ആർക്ക് ഡിസീവർ. ഏറ്റവും വലിയ വഞ്ചകനാണ് ഡെവിൾ. ഇസ്രായേൽ എന്ന രാജ്യത്തിനെ പറ്റി എന്തെല്ലാം വഞ്ചനാപരമായ പ്രസ്താവന ലോകത്തിറക്കാമോ അത് മുഴുവൻ അവർ ചെയ്യുന്നു. 1. രണ്ടാമത്തെ കാര്യം, അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സുബോധം വേണം. ഇല്ല, ഈ വെസ്റ്റേൺ രാജ്യത്ത്, നമ്മളൊക്കെ വെസ്റ്റേൺ രാജ്യത്ത് ജീവിക്കുന്നില്ലല്ലോ, അവർക്ക് എന്തോ ബോധമുള്ളത്. ഇനി മൂന്നാമത്തെ എൻ്റെ ചോദ്യമുണ്ട്. ഗാസയിലെ പിള്ളേർ പട്ടിണി കിടക്കുന്നവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു. ഇസ്രായേലിൻ്റെ ബന്ദികൾ എത്ര എണ്ണം കിടക്കുക? ആരെങ്കിലും അനങ്ങുന്നുണ്ടോ? ആ ഇസ്രായേലിൻ്റെ ബന്ദി അങ്ങ് വിടുമ്പോൾ തീരുന്ന പ്രശ്നമല്ല ഉള്ളോ ഇത്, അല്ലേ? ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പറഞ്ഞതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഇവിടെ അവരുടെ പാട്ട് പാടുന്ന കേൾക്കാൻ പോയ ആളുകളാണ്. പാട്ട് കേൾക്കാൻ പോയ ആൾക്കാരാണ്, അല്ലേ? അതുങ്ങൾ 2 വർഷത്തോളം അതുങ്ങൾ കുളിച്ചിട്ടില്ലല്ലോ, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടില്ലല്ലോ, മെഡിക്കൽ സപ്ലൈ കിട്ടിയിട്ടുണ്ടല്ലോ, വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഹ്യൂമൻ നീഡ്സ് സെർവ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലയോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇസ്രായേലിൻ്റെ ബന്ദികൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലയോ? ഗാസയിലെ പിള്ളേർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉള്ളോ? എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ബന്ദികളെ വിടണം എന്നിവരാരും പറയുന്നില്ല? എന്താ പറയാത്തത്? അപ്പോൾ അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലയോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലുള്ള ദൈവമക്കളെങ്കിലും മനസ്സിലാക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് ഇത് സാത്താൻ്റെ തന്ത്രമാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ പറ്റി നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ദാറ്റ് ഈസ് ഇറ്റ്. ദാറ്റ്സ് മൈ ആൻസർ. ഓക്കെ പക്ഷേ അത് കണിശമായിട്ടും അത് ജനം അറിയുന്നില്ല, അതാണ് വിഷയം. അറിയത്തില്ല. കാരണം വെച്ചാൽ സർവ്വലോകം ആരുടെ അധീനതയില? യാ ദുഷ്ടന്റെ അധീനതയിലല്ലേ? അപ്പൊ ദുഷ്ടന്റെ തന്നെ അധീനതയിലാണ് സർവ്വലോകവും. അപ്പൊ തന്നെ ഇസ്രായേലിനെ നമുക്ക് ഡീമോറലൈസ് ചെയ്യുന്നത്, ഇസ്രായേൽ ദൈവജനമായിരിക്കുന്നുള്ള കാലം അവരെ ഡീമോറലൈസ് ചെയ്യണം. ആരുടെ ആവശ്യം? സാത്താൻ്റെ ആവശ്യം. അവനെ ചെയ്യുന്ന മനസ്സിലാക്കാൻ ദൈവമക്കളായി നമുക്ക് പോലും കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ സായിപ്പന്മാരുടെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരുടെ കാര്യം പറഞ്ഞിട്ട്. ഈവൻ ക്രിസ്ത്യാനികൾക്ക് പോലും ഒന്നും മനസ്സിലാകുന്നില്ല. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്, ദൈവജനം അവിടെ താമസിക്കുകയാണ്, അവരെ ലോകത്തിൻ്റെ മുമ്പിൽ ഡീമോറലൈസ് ചെയ്യുക എന്നുള്ളത് ദുഷ്ടന്റെ ആവശ്യമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ റിലീസ് ചെയ്തില്ല, അതൊന്ന് റീഡ് ചെയ്യണം തോന്നി. എന്തറിയോ? ബെഞ്ചമിൻ നെതന്യാഹു ആ ഒരു ഇന്റർവ്യൂവില് യേശുക്രിസ്തുവിന്റെ ചരിത്രപരമായ തെളിവുകൾ,
ഇസ്രായേലിൽ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാം. ഓക്കെ. ബെഞ്ചമിന്റെ തന്നെയാവും. യേശു ക്രിസ്തു എന്ന ചരിത്ര പുരുഷനെ പറ്റി വ്യക്തമായ തെളിവ് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ബെഞ്ചമിന്റെ തന്നെയാവിന്റെ. അപ്പം ആ ദേശമായ ജനവും ആ രാജ്യവും എന്തിനു വേണ്ടി നിലനിൽക്കുന്നത്? സ്വർഗസ്ഥനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവും ശരിയാണെന്ന് സ്ഥാപിക്കാനാണ്. ഇവന്മാരെന്തിനാ നിലനിൽക്കുന്നത്? യേശു ക്രിസ്തു ദൈവം തെളിയിക്കാനാണോ അതോ അല്ലെന്ന് തെളിയിക്കാനാണോ? ആലോചിക്കുക. അപ്പം ഒന്നാമത് ഇവരാരാന്ന് മനസ്സിലാക്കണം. ഹൂ ആർ ദീസ് ഗൈസ്? ഇവരാരാണ്? ഇവരുടെ മോട്ടീവ് എന്താ? ഇവരുടെ ലക്ഷ്യം എന്താ? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അവിടെ രണ്ട് രാജ്യങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, ഹമാസ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഞങ്ങൾ മാത്രം മതി, ഇസ്രായേല് കടലിൽ പൊക്കോണമെന്നില്ലേ പറയുന്നത്. ഇവരാരെങ്കിലും ഏതെങ്കിലും അറബ് നേഷൻ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ വേണം എന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഒരാളെങ്കിലും മുന്നോട്ട് വന്ന് പറയട്ടെ. ഇല്ല, അവരുടെ ആവശ്യം എന്താ? ഇസ്രായേൽ മുഴുവൻ കടലിൽ പോകണമെന്നാ. എൻ്റെ ചോദ്യം, നമ്മൾ ആരുടെ കൂടെ? ഹൂ ആർ വി വിത്ത്? നമ്മൾ ആരുടെ കൂടെ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് 1 ഇഞ്ച് പോലും ഹമാസിൻ്റെയോ ഗാസയുടെയോ വെസ്റ്റേൺ വേൾഡിൻ്റെയോ അറബ് വേൾഡിൻ്റെയോ ആർഗ്യുമെന്റ്സിനോട് നിൽക്കാൻ കഴിയുന്നില്ല. കാര്യം അതിൽ ഒരു സത്യവുമില്ല. അത് മുഴുവൻ കള്ളത്തരാണ്, 100% കള്ളത്തരാണ്. അതതിൻ്റെ കാര്യം. താങ്ക് യു പാസ്റ്റർ ഫോർ എക്സ്പ്ലൈനിങ് ദാറ്റ്. നോ പ്രോബ്ലം, ഐ ഹാവ് ബട്ട് ടു എക്സ്പ്ലെയിൻ. കാരണം ഈ യഹൂദനായ മൊർദെഖായി എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് തുടങ്ങുന്നുണ്ട് ഇതിനകത്തല്ലേ, എസ്തറിന്റെ പുസ്തകത്തിൽ. തന്റെ സകല ജനത്തിനും അനുകൂലവാദിയായിരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാൻ ശേഷിയുള്ളിടത്തോളം കാലം ഇസ്രായേലിനും ഇസ്രായേലിന്റെ ദൈവത്തിനും ആ ദൈവത്തിന് ജനമായ ക്രിസ്ത്യാനികൾക്കും അനുകൂലമായിട്ട് തന്നെ ഞാൻ സംസാരിക്കത്തുള്ളൂ. There is no doubt about it. ദ പ്രോബ്ലം പാസ്റ്റർ, ഇപ്പം ഞാൻ കാനഡയിൽ താമസിക്കുന്നു, പാസ്റ്റർ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു. അപ്പം നമ്മുടെ ഇപ്പം കാനഡയിലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും വി എക്സ്പെക്ട് ദം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേ ഹാവ് ബിഗ് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ തക്ക ഡിപ്ലോമാറ്റ്സൊക്കെ ഉള്ളവരാണല്ലോ. അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് ബോദേഴ്സ് us. ഞാൻ അതിൻ്റെ ഒരു മറുപടിയാണ് പാസ്റ്ററെ. ഈ ഡിപ്ലോമാറ്റിനെയും പിന്നെ ഈ ഇവരുടെ അസിസ്റ്റന്റ് എല്ലാം കൂടെ കൂട്ടിയിരുത്തി ആലോചിച്ചിട്ടില്ലയോ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വന്ന് വായിച്ചത്? അവരുടെ തീരുമാനമില്ലയോ? വായിച്ചു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അത് രാത്രി മുഴുവൻ ഞാൻ ഉണർന്നിരുന്നത് മുഴുവൻ കേൾക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ സെയിം ടൈമില് ഡിപ്ലോമാറ്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട, അസിസ്റ്റന്റും വേണ്ട, ഓൺ ദ സ്പോട്ട് മറുപടി കൊടുക്കാൻ ബെഞ്ചമിന്റെ പറയാതെ സഹായം വേണ്ട. സ്പോട്ടിൽ വന്നിട്ട് പറയാ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ബോർഡറിൽ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ ടെററിസം, നിന്റെ നെഞ്ചത്ത് നാളെ അനുഭവിക്കാൻ പോകുന്ന നിനക്ക് അന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന്. ഞങ്ങളുടെ ബോർഡറിലേ ഉള്ളൂ, നിന്റെ നെഞ്ചത്ത് അത് കയറി കൊടി നാട്ടി കഴിഞ്ഞു അപ്പോഴേ നിനക്ക്. പക്ഷേ അവൻ ബോർഡറിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവന്റെ നെഞ്ചത്ത് കിടന്ന് വിളയാടുക വർഷങ്ങളായിട്ട്, മാസം എത്രയായിട്ട് മനസ്സിലാകുന്നില്ല. കിട്ടിയോ? ഇവന്റെ നെഞ്ച് വളർന്നുണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് വഴി അളക്കാനൊക്കത്തില്ല. ഈ മിനിഞ്ഞാന്ന് 4-5 എണ്ണത്തിനെ കുത്തിക്കൊന്നു. വെള്ളക്കാർക്ക് ലണ്ടൻ ടൗണിൽ ഇറങ്ങി നടക്കാൻ, ലണ്ടൻ പട്ടണത്തിൽ വെള്ളക്കാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇവന് മനസ്സിലാകുന്നുണ്ടോ? എടാ, ഈ ദ്രോഹികളെ കയറ്റി കിടത്തിയാൽ ഈ രാജ്യം പിടിഞ്ഞു പോകുന്നതിലും പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? കാനഡ എന്തോ സംഭവിക്കുന്നത് അല്ലേ? ഇല്ല. അപ്പം സ്വന്തം കാലിന്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ മനസ്സിലാകാത്തവന്മാരാണ് ഡിപ്ലോമസി പറയുന്നത്. എന്നിട്ട് അതിനെപ്പറ്റി നമ്മള് മറുപടി പറയാൻ പോകുന്നത്. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ പക്ഷേ, ആമേൻ കർത്താവേ വേഗം വരണമേ. എക്സാക്ട്ലി, അതേ ഉള്ളൂ. Okay. Now, thank you everybody. Thank you. God bless you.